രാത്രി ഇതിനകത്ത് ജോയിനായിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം നമ്മോട് സംസാരിക്കും. നമ്മൾ എത്ര പേര് ആഗ്രഹത്തോടെ ഇരിക്കുന്നു? ഇന്ന് രാത്രി ആഗ്രഹത്തോടെ ഇരുന്നാൽ ദൈവാത്മാവ് നമ്മോട് സംസാരിക്കും. പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി നമ്മോട് ആലോചനകൾ കൈമാറും, ജോലികൾ കൈമാറും. ദൈവശബ്ദം ദൈവം നമുക്ക് വേണ്ടി ഇന്ന് രാത്രി മുഴക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് സംസാരിക്കും. ഹല്ലേലൂയ. ഒരു വാക്ക് പ്രാർത്ഥിക്കണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. കർത്താവെ, ഇന്ന് രാത്രികാലം ഈ ഗൂഗിൾ മീറ്റിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കണം. കർത്താവെ, ദൈവാത്മാവ് കർത്താവെ വ്യക്തികളോട് ഇടപെടണം. ദൈവം ഹൃദയങ്ങളോട് ഇടപെടണം. ഇന്ന് രാത്രികാലം കർത്താവ് ഒരു വിടുതൽ, കർത്താവെ ദൈവികമായ അനുഗ്രഹങ്ങൾ, ദൈവിക നന്മകളെ ദൈവാത്മാവ് തുറന്നു കൊടുക്കണം. വഴിയും വാതിലുകളും ഒക്കെ തുറന്ന് ഇന്ന് രാത്രികാലം ഇന്നത്തെ ശുശ്രൂഷ ഓരോരുത്തരുടെ മേൽ ദൈവികമായ ഒരു അനുഗ്രഹം വെളിപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. സ്തോത്രം. നമുക്ക് ഒരു വചനം വായിക്കാൻ പലപ്പോഴായിട്ട് ചിന്തിച്ചിട്ടുള്ള ഒരു വചനമാണ്. എന്നാൽ ഇന്ന് രാത്രി വീണ്ടും ഒരു വചനം, ആ വചനം ദൈവാത്മാവ് ഇടപെടുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യമാണ്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ. രാത്രി ദൈവത്തിൻ്റെ ഹല്ലേലൂയ മഹത്വം ദൈവം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഒക്കെ ദൈവം ആ ദൈവമഹത്വത്താൽ അത് മാറുക മാത്രമല്ല, പൂർണ്ണമായി ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ധനം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രികാലം ദൈവമഹത്വം വെളിപ്പെടുമ്പോൾ കനാവിലെ കല്യാണ വീട്ടിൽ ഹല്ലേലൂയ പോരായ്മ, അവരുടെ ബുദ്ധിമുട്ട് മാറുക മാത്രമല്ല, ആ വീടിനകത്ത് ഇന്ന് വരെ വെളിപ്പെടാത്ത, ചരിത്രത്തിൽ വെളിപ്പെടാത്ത സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള ദൈവമഹത്വം ആ ഭവനത്തിനകത്ത് വെളിപ്പെട്ടു. ഏറ്റവും വീര്യം കൂടിയ ഏറ്റവും നല്ല വീഞ്ഞ് ആ ഭവനത്തിനകത്ത് പുറത്തു വന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടാൽ നമ്മുടെ ബുദ്ധിമുട്ട് മാറുക മാത്രമല്ല, ഏറ്റവും നല്ല വീഞ്ഞ്, ഏറ്റവും നല്ല മഹത്വം, ദൈവത്തിന്റെ ആ മഹത്വം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം പ്രാപിപ്പാനാണ് തെസ്സലോനിയ ലേഖനം വചനം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവമഹത്വം പ്രാപിക്കുവാൻ അത്രേ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചിരിക്കുന്നു. അല്ലെ, നമ്മളെ കർത്താവായ യേശു അതിന്റെ രക്ഷയ്ക്ക് വിളിച്ചിരിക്കുന്നത് 2 തെസ്സലോനിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യമാണ്. ഒരാളെ ശബ്ദം വായിക്കാൻ പറ്റുമെങ്കിൽ 14. ഓക്കേ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാൻ വേണ്ടിയാണ് സുവിശേഷ ഘോഷണത്താൽ നമ്മളെ രക്ഷയ്ക്കകത്തേക്ക് ദൈവം വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് രക്ഷയാണ്. എന്നാൽ രക്ഷ കൊണ്ട് അവസാനിക്കുമല്ല. രക്ഷയ്ക്ക് ദൈവം വിളിച്ചത് രക്ഷയ്ക്ക് ഉള്ളിൽ ലഭിക്കുന്ന ദൈവമഹത്വത്തെ പ്രാപിപ്പാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. രക്ഷയ്ക്കകത്ത് ദൈവം, രക്ഷ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ദൈവസന്നിധിയിലേക്ക് അവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ക്രിസ്തുവിലേക്ക് മടങ്ങി വരുന്ന, അവൻ്റെ ജീവിതത്തിലെ ശിക്ഷയെ മാറ്റുന്ന ഒരു വലിയ ദൈവ പദ്ധതിയാണ് രക്ഷ. രക്ഷയിലേക്ക് കയറാനുള്ള ഒരേ ഒരു വഴി അത് യേശു ക്രിസ്തുവാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവൻ എന്ന് പറഞ്ഞ യേശുവിലൂടെ അല്ലാതെ രക്ഷയ്ക്കകത്തേക്ക് കയറാൻ കഴിയത്തില്ല. യേശു എന്ന വാതിലിലൂടെ രക്ഷയിലേക്ക് പ്രവേശിച്ചവർ രക്ഷയ്ക്കകത്ത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവികമായ നന്മകളുണ്ട്, അനുഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത്ര വലിയ രക്ഷ നിങ്ങൾ ഗണ്യമാക്കാതെ പോകരുത്. ഈ രക്ഷയ്ക്കകത്ത് വലിയ ദൈവികമായ അനുഗ്രഹങ്ങളെ കർത്താവ് വെച്ചിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളെല്ലാം ദൈവം വെച്ചിരിക്കുന്നത് യെശയ്യാ പ്രവചന പുസ്തകം 12-ാം അധ്യായത്തിനകത്ത് ഒരു വചനമുണ്ട്: അവൻ രക്ഷയുടെ ഉറവകളിൽ നിന്ന് സന്തോഷത്തോടെ വെള്ളം കോരും. ഹല്ലേലൂയ. രക്ഷയുടെ ഉറവകളുണ്ട്. ഒരു ഉറവയല്ല, പല ഉറവകൾ ഉണ്ട് രക്ഷയുടെ. ഒരു കിണറ്റിനകത്ത് തന്നെ പല ഉറവകൾ ഉള്ളതുപോലെ രക്ഷയ്ക്കകത്ത് പല ഉറവകളുണ്ട്. അതിനകത്ത് സൗഖ്യമുണ്ട്, അനുഗ്രഹമുണ്ട്, ഉയർച്ചയുണ്ട്, നന്മയുണ്ട്, സാമ്പത്തികമായ നന്മയുണ്ട്,
അനുഗ്രഹങ്ങളെല്ലാം രക്ഷയുടെ ഉറവകൾക്കകത്തുണ്ട്. പക്ഷെ ആരാണ് ഈ രക്ഷയുടെ ഉറവകളിൽ നിന്ന് അത് സന്തോഷത്തോടെ അത് കോരുന്നത്, പ്രാപിക്കുന്നത്? അവരുടെ ജീവിതത്തിലാണ് രക്ഷയുടെ അനുഭവത്തിനകത്ത് നന്മയുണ്ടാകുന്നത്. ഹല്ലേലൂയ. രക്ഷയ്ക്കകത്ത് അനുഗ്രഹമുണ്ട്, നന്മകളുണ്ട്, ഉയർച്ചകളുണ്ട്. ഇതെല്ലാം രക്ഷയ്ക്കകത്ത് സൗജന്യം. ഇപ്പം ഞാൻ ഇരിക്കുന്ന ഈ മുറിക്കകത്ത് പ്രവേശിക്കുവാൻ ഒരു ഡോറുണ്ട്. ആ ഡോറിലൂടെ പ്രവേശിച്ചാൽ ഹല്ലേലൂയ ഈ റൂമിനകത്തുള്ള പല കാര്യങ്ങളും എനിക്ക് എടുത്തുപയോഗിക്കാം. പക്ഷേ ഞാൻ ആ റൂമിനകത്ത് കയറി വന്നിട്ട് ആ പുറകിൽ മാത്രം ഇരുന്ന് മറ്റൊന്നും ഉപയോഗിക്കാതെ അവിടെ തന്നെ ഇരുന്നാൽ ഇവിടെ സൗജന്യമായി എന്തെല്ലാം വെച്ചിട്ടുണ്ടെങ്കിലും എനിക്കത് അനുഭവിക്കാൻ കഴിയത്തില്ല. സ്തോത്രം, സ്തോത്രം. അപ്പൊ രക്ഷയ്ക്കകത്ത് ഒരുപാട് നന്മകൾ, അതായത് ഈ രക്ഷയ്ക്കകത്ത് ദൈവം വെച്ചിരിക്കുന്ന നന്മകളുണ്ട്. ഈ നന്മകൾ നമ്മൾ തിരിച്ചറിയുമ്പോൾ, സത്യം അറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനാണ് ദൈവം നമ്മളെ രക്ഷയ്ക്കായി വിളിച്ചത്. ഞാൻ നിങ്ങളെ വിളിച്ചോണ്ട് ഇന്ന് രാത്രി പറയുന്നത്, ഏദൻ തോട്ടത്തിലേക്ക് വരുവാണെങ്കിൽ അതിൽ ആദാമും ഹവ്വയും ദൈവത്തിന്റെ മഹത്വത്തിനകത്താണ്. ഓ ഗ്ലോറി. ദൈവമഹത്വത്തിനകത്താണ് ആദാമിനെ ഹവ്വയും ദൈവം വെച്ചിരിക്കുന്നത്. അവർക്ക് ഒന്നിനും കുറവുകളില്ല. അവരുടെ ഭക്ഷണം സൂപ്പർ നാച്ചുറൽ ഭക്ഷണമാണ്. അവരുടെ ആയുസ് സൂപ്പർ നാച്ചുറലാണ്. അവരുടെ ലൈഫ് സൂപ്പർ നാച്ചുറലാണ്. അവര് ഹല്ലേലൂയ ദൈവത്തെ പോലെയാണ് ജീവിക്കുന്നത്. അവരുടെ മേൽ അധികാരമുണ്ടായിരുന്നു. ദൈവം സംസാരിക്കുന്ന പോലെ, ദൈവം കൽപ്പിക്കുന്ന പോലെയായിരുന്നു അവർ സംസാരിക്കുന്നത്. കാരണം അവരുടെ മേൽ ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരുന്നു, ഗ്ലോറി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഒന്നിനും അവർക്ക് ലാക്കില്ല, ഒന്നിനും കുറവില്ല. ഇന്ന് രാത്രി ഞാൻ പറയാം, ആ ബുദ്ധിമുട്ടുകൾ മാറുന്നത് ഈ മഹത്വത്തിനകത്താണ്. അല്ല, അവർക്ക് ഒന്നിനും കുറവില്ല. അവർക്ക് ഒന്നും ലാക്കില്ല, എല്ലാം അവർക്ക് ഉണ്ടായിരുന്നു. കാരണം മഹത്വത്തിനകത്താണ് ദൈവം അവരെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സ്തോത്രം. എന്നാൽ ദുഷ്ടപിശാച് വന്ന മഹത്വത്തിനകത്ത് നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ, ഹല്ലേലൂയ ഇതിനകത്തെല്ലാം കുറവുകൾ വരാൻ തുടങ്ങി, ലാക്ക് ഉണ്ടാകാൻ തുടങ്ങി, ബുദ്ധിമുട്ടുണ്ടാകാൻ തുടങ്ങി. സ്തോത്രം. എന്നാൽ യേശുക്രിസ്തുവിലൂടെ ഹല്ലേലൂയ കർത്താവിന്റെ നിഴൽ പ്രകാരം പലപ്പോഴായി പഴയ നിയമത്തിൽ ക്രിസ്തുവിന്റെ നിഴലായി മോശ, ഹല്ലേലൂയ ഏലിയാവ്, ശിംശോൻ, മറ്റുള്ളവരെല്ലാം കടന്നു വന്നും ജനത്തിന്റെ ലാക്കുകളെ, അഥവാ ജനത്തിന്റെ ഇല്ലായ്മകളെ, ബുദ്ധിമുട്ടുകൾക്കകത്ത് നിന്ന് അവരെ പുറത്തു കൊണ്ടിരുന്നത് നമുക്ക് കാണാൻ കഴിയും. അല്ല, എന്നാൽ യേശുക്രിസ്തു വന്നപ്പോൾ അതിന്റെ മൂലകാരണമായ പിശാചിന്റെ പ്രവർത്തികളെ അഴിച്ച് ദൈവത്തിന്റെ മഹത്വത്തിനകത്തേക്ക് ജനത്തെ കൊണ്ടുവരുവാനിടയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തു വന്നത്, യേശുക്രിസ്തു രക്ഷ തന്നത് ഹല്ലേലൂയ ദൈവത്തിന്റെ മഹത്വത്തിലേക്ക്, നഷ്ടപ്പെട്ടു പോയ ഗ്ലോറിക്കകത്തേക്ക് നമ്മളെ മടക്കി കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു വചനം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. 17-ാം അധ്യായം 22-ാം വാക്യം ഒന്ന് വായിച്ചു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 22-ാം വാക്യം. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ആമേൻ. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യതയിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. ആമേൻ. ഹല്ലേലൂയ. യേശു കർത്താവ് പറയാണ്, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ നിങ്ങൾക്ക് തരികയാണ്, എന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. യേശു ഉയർത്തെഴുന്നേറ്റിട്ട് യേശു വന്നിട്ട് പറയുന്ന വാക്യം ഇങ്ങനെയാണ്, സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ അധികാരം ഏദൻ തോട്ടത്തിൽ ആദാമിനെ ഹവ്വയുടെ മേൽ കൊടുത്ത അധികാരമാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം ആദാമാണ് പേരിട്ടത്. ഹല്ലേലൂയ. മൃഗങ്ങൾക്ക് പേരിട്ടത്. ഹല്ലേലൂയ. അവനിട്ടതുപോലെയാണ് ആ പേരായി തീർന്നത്. കാരണം സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം ആദാമിന്റെ മേൽ ദൈവം കൊടുത്തു. ഇതേ അധികാരം നഷ്ടപ്പെട്ടു പോയത് യേശുക്രിസ്തുവിലൂടെ മടക്കിയെടുത്തിട്ട് കർത്താവ് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ എനിക്ക് ലഭിച്ച ഈ അധികാരത്തിൽ ഞാൻ നിന്നെ അയക്കാൻ പോവാം. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ പുറപ്പെടുക, നിങ്ങൾ പിതാവിന്റെ പുത്രന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തിക്കൊണ്ട് സകല ജാതികളെയും ഉപദേശിക്കാൻ തക്കവണ്ണം സകല ജാതികളെയും ഹല്ലേലൂയ ശിഷ്യരാക്കിക്കൊള്ളുവാൻ കർത്താവിന്റെ കൽപ്പന പറയുകയാണ്.
ഹല്ലേലൂയ. എന്താണ് കർത്താവ് കൊടുത്തത്? കർത്താവിന്റെ മേൽ വന്ന മഹത്വത്തെ ഹല്ലേലൂയ അടുത്തൊരു തലമുറയിലേക്ക് കൈമാറുകയാണ്. അത് യേശു പറയാണ്, എനിക്ക് പിതാവ് തന്നിട്ടുള്ള മഹത്വം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവ് നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാനൊരു കാര്യം തിരിച്ചു ഓർമ്മിക്കാം. നിങ്ങളുടെ ഉള്ളിൽ പിതാവിന്റെ മഹത്വം ഇരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ മഹത്വം നിന്റെ ഉള്ളിലുണ്ട്. ഇത് യേശു ക്രിസ്തുവിനെ നീ സ്വീകരിച്ചപ്പോൾ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ, കർത്താവായി സ്വീകരിച്ചപ്പോൾ നിന്റെ മേൽ വന്നിരിക്കുന്നത് ദൈവത്തിന്റെ മഹത്വമാണ്, പിതാവിന്റെ മഹത്വം. ഞാൻ പറഞ്ഞില്ലയോ, ഈ സത്യം നിങ്ങൾ അറിയാത്തോളം കാലം നിങ്ങൾ ആ മഹത്വകരമായ ഒരു ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയത്തില്ല. അത് എനിക്ക് ലഭിച്ചിരിക്കുന്ന മഹത്വം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. യേശു അത് പറഞ്ഞിട്ട് പറയുകയാണ്, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയാൻ. യേശുവിനെ പിതാവ് സ്നേഹിക്കുന്ന പോലെ പിതാവ് എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ മഹത്വത്തെ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അന്നാരെങ്കിലും പറയുന്നുണ്ടോ, എനിക്ക് ആരുമില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും കരുതുന്നില്ല, എനിക്ക് എന്നെ കുറിച്ച് ആരും വിചാരപ്പെടുത്തില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, പിതാവായ ദൈവം യേശുവിനെ കാണുന്നത് പോലെയാണ് ഇന്ന് പകൽ നിന്നെ കാണുന്നത്. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാനാണ് പിതാവിന്റെ മഹത്വത്തെ നിന്റെ മേൽ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം തിരിച്ചറിയണം. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല, ഉപേക്ഷിക്കത്തില്ല, കൈവിടത്തില്ല, അനാഥരായി വിടത്തില്ലെന്ന് പറഞ്ഞ കർത്താവിന്റെ സ്നേഹം ഹല്ലേലൂയ. ഇന്ന് പകൽ സ്വന്തം പുത്രനെ ആദരിക്കാതെ നിനക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നെങ്കിൽ അവനോട് കൂടെ സകലതും നൽകാതിരിക്കുമോ എന്ന് പറഞ്ഞ പിതാവിന്റെ സ്നേഹം ഇന്ന് രാത്രികാലം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റബാല ഹദീ രഗൽകമനഗസ്യ അർത്ഥമന രഗൽകമനഗദര. പിതാവിന്റെ സ്നേഹം ഇറങ്ങി വരുന്നത് രാത്രി ഞാൻ ആത്മാവിൽ കാണുകയാണ്. എല്ലാം നല്ല ദാനവും തികഞ്ഞ വരവും ഉയർന്നു നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരും കേട്ടോ. രാത്രി നീ പ്രതീക്ഷിച്ചോ, പിതാവിന്റെ സ്നേഹം നിന്റെ അടുത്ത് വരാൻ പോകുക, പിതാവിന്റെ അനുഗ്രഹം നിന്റെ അടുത്ത് വരാൻ പോകുക, നല്ല ദാനങ്ങൾ, തികഞ്ഞ വരം, ഇത് പിതാവിൽ നിന്നാ വരുന്നത്. ഈ മഹത്വം വന്നു കഴിഞ്ഞാലുള്ള പ്രത്യേകത, നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യതയിൽ തികഞ്ഞു വരാനിരിക്കേണ്ടതിനും തന്നെ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഈ മഹത്വം വന്നാലുള്ള പ്രത്യേകത ഐക്യത ഉണ്ടാവും. ഭാര്യയും ഭർത്താവും ഐക്യത ഉണ്ടാവും, കുഞ്ഞുങ്ങൾ തമ്മിൽ ഐക്യത ഉണ്ടാവും, കുടുംബത്തിനകത്ത് ഐക്യത ഉണ്ടാവും, എല്ലാ സഭകൾക്കകത്ത് ഐക്യത ഉണ്ടാവും, പാസ്റ്റർമാരും സഹോദരങ്ങളും തമ്മിൽ വിശ്വാസികളും തമ്മിൽ ഐക്യത ഉണ്ടാവും. ഐക്യത കെടുത്തുന്നത് ദൈവത്തിന്റെ പദ്ധതിയല്ല, അത് പൈശാചിക പദ്ധതിയാണ്. പക്ഷെ മഹത്വം വെളിപ്പെടുത്തുന്നിടത്ത് ഐക്യത ഉണ്ടാവും. മറൂബ മലയിലേക്ക് യേശു ശിഷ്യന്മാരെ കയറ്റിക്കൊണ്ട് പോകുമ്പോ 3 പേരുടെ മനസ്സിൽ പല ചിന്തകളായിരിക്കും. പത്രോസിന്റെ മനസ്സിൽ, യോഹന്നാന്റെ മനസ്സിൽ, യാക്കോബിന്റെ മനസ്സിൽ, എല്ലാവരുടെ ഇടയിൽ ഒരു ചോദ്യമുണ്ട്, ആരാ വലിയവൻ? ഞാനാണോ നീയാണോ? വലിയവൻ ആരാ? ഹല്ലേലൂയ. ഒരു സഭയിൽ നിൽക്കുമ്പോ അവിടെ ഉള്ളവരോട് ചിന്തയുണ്ടാവും, പാസ്റ്ററിന്റെ കൂടെ റൈറ്റ് ഹാൻഡ് ആയിട്ട് നിൽക്കുന്ന ആരാ? അടുത്ത ആളാരാ? ഞാനാണോ വലിയവൻ? ഈ സഭയിലെ ഏറ്റവും വലിയ ആളാരാ? മൂപ്പൻ ഞാനാണോ? പല ചോദ്യങ്ങളും പല ചിന്തകളിലൂടെ ആയിരിക്കും ഒരുപക്ഷെ ആ സഭയിൽ നിന്ന് ആരാധിക്കുന്നത്. ഇതുപോലെ യേശുവിന്റെ കൂടെ നിൽക്കുന്ന സകല വ്യക്തികൾക്കകത്ത് ഒരു ചോദ്യമുണ്ട്, ആരാ വലിയവൻ? ആരാ വലിയവൻ? യേശുവിനെ 3 പേരെ വിളിച്ചുകൊണ്ട് മറൂബ മലയിലേക്ക് കയറി. അവിടെ ഹല്ലേലൂയ തന്റെ രൂപം മാറി. രൂപം മാറിക്കഴിഞ്ഞപ്പോ പിതാവിന്റെ മഹത്വം മേഘം പോലെ ഇറങ്ങി വന്ന് അതിനകത്ത് നിന്ന് പിതാവ് സംസാരിക്കുവാനിടയായി. ആ സംസാരം അവിടെ ഇറങ്ങി വന്നപ്പോൾ, ദൈവശബ്ദം വരുമ്പോ ആ മഹത്വം അവിടെ വെളിപ്പെട്ടപ്പോൾ പത്രോസ് പറയുകയാണ്, നമുക്കിവിടെ 3 കുടിലുണ്ടാക്കാം. എന്നാന്ന് വെച്ചാൽ ചോദിക്കുന്നതിന്റെ കാര്യം, പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് അവിടെ വിട്ട് പോകാൻ തോന്നുന്നില്ല. അവിടെ ഒരു ഐക്യത വെളിപ്പെടുകയാണ്, അവിടെ ഒരു മഹത്വം വെളിപ്പെടുകയാണ്, അവിടെ ഒരു കൂട്ടായ്മ വെളിപ്പെടുകയാണ്. ഇന്ന് രാത്രി ഞാൻ പറയാം, എല്ലാ സ്പിരിറ്റിംഗ് സ്പിരിറ്റുകളും യേശുവിന്റെ നാമത്തിൽ ജനത്തെ മാറ്റിക്കൊണ്ടു പോകുന്ന, നിന്നിൽ നിന്ന് അകറ്റിക്കളയുന്ന എല്ലാ സ്പിരിറ്റിംഗ് സ്പിരിറ്റുകളെ ആത്മാവ്
കർത്താവ് ബ്രേക്ക് ചെയ്യുകയാണ്. Amen. Hallelujah. Oh, we will യേശുവിന്റെ receive നാമത്തിൽ, യേശുവിന്റെ ഐക്യത കെടുത്തുന്ന ചില ദുരാത്മാക്കളെ ഇന്ന് രാത്രി ദൈവാത്മാവ് വെട്ടിക്കളയും. ഐക്യതക്കെതിരെ വ്യാപരിക്കുന്ന എല്ലാ ദുഷ്ട പിശാചിന്റെ പോരാട്ടങ്ങളും ഇന്ന് രാത്രി ദൈവാത്മാവ് തകർത്ത് മാറ്റി ഒരു ഐക്യത നിന്റെ ഭവനത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തുകയാണ്. ദൈവമക്കളെ, മഹത്വം നഷ്ടപ്പെട്ടു പോയപ്പോ മൂത്തവൻ ഇളവനെ കൊന്ന് ആദ്യത്തെ കൊലപാതകം നടന്നത് മഹത്വം നഷ്ടപ്പെട്ടപ്പോഴാണ്. എന്നാൽ മഹത്വം വന്നപ്പോ മഹത്വം വെളിപ്പെട്ടപ്പോ സഹോദരങ്ങളെല്ലാം കൂടി പറയാം, നമുക്ക് ഇവിടെ ഒരു കുടിലുണ്ടാക്കാമോ? മഹത്വം വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാം, കണ്ണിക്കണ്ട കാണാൻ പോലും കഴിയാതെ ദേഷ്യപ്പെട്ട് നടക്കുന്ന സഹോദരങ്ങൾ ഒന്നായി ചേരും. അവർ ഒരുമിച്ച് ഐക്യതയുണ്ടാവും. വസ്തുവിന്റെ തർക്കത്തിനകത്ത് സഹോദരനെ, മൂത്തവനെ ഇളവനെ കാണാൻ പറ്റത്തില്ല, അടുത്ത ആൾക്കാരെ കാണാൻ പറ്റുന്നില്ല, സഹോദരിയെ കാണാൻ പറ്റുന്നില്ല, മുൻപിൽ പ്രശ്നങ്ങളാ. ആ വിഷയങ്ങളൊക്കെ മഹത്വം വെളിപ്പെട്ടാൽ അവിടെ ഇന്ന് രാത്രി ആ പ്രശ്നങ്ങളെ ദൈവം നടത്താൻ വേണ്ടി പോവുകയാണ്. ദൈവാത്മാവ് അങ്ങനെ ഒരു ദൂത് പറയാം. അതിന് സംബന്ധമായ വിഷയത്തിനകത്ത്, ചില പാർട്ടീഷൻ സംബന്ധമായ വിഷയത്തിനകത്ത് ഭാരപ്പെടുന്ന ചില വിഷയങ്ങൾക്കകത്ത് ദൈവം മഹത്വം വെളിപ്പെടാൻ പോവുകയാണ്. അപ്പോ നീ എനിക്ക് ലോകസ്ഥാപനത്തിനു എന്നെ സ്നേഹിച്ചിരിക്കുന്നുണ്ട്. എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോട് കൂടി ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ യേശു ക്രിസ്തുവിന് കൊടുത്ത മഹത്വമാണ്, പിതാവ് കൊടുത്ത മഹത്വമാണ് എനിക്കും നിങ്ങൾക്കും യേശു തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മഹത്വം ഉള്ളിടത്ത് ഞാൻ പറയാം അത്ഭുതങ്ങൾ നടക്കും. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും മാറും. ഏദൻ തോട്ടത്തിൽ നിന്ന് ആദാമിന് ഒന്നിനും കുറവില്ല. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ പലപ്പോഴായി പറയുന്നൊരു വചനം ഇങ്ങനെ എൻ്റെ അകത്ത് കയറി വരുന്നത് ഇങ്ങനെയാണ്: ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, പക്ഷെ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകും. ഇന്ന് രാത്രി ചില മുട്ടുകൾ ദൈവം മാറ്റാൻ പോവുകയാണ്. എല്ലാ മുട്ടുകളും ദൈവം മാറ്റാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിലെ ലാക്കുകളെ ദൈവം മഹത്വം വെളിപ്പെടുത്താൻ പോകും. യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചോ, എല്ലാ മുട്ടും മാറാൻ വേണ്ടി പോകുകയാ. നിന്റെ ലാക്കുകൾ മാറാൻ പോവുകയാണ്. തപാല ബൗഡാറകൽക്കസ്യ മഹത്വം വെളിപ്പെടുന്നത് യേശുവിന്റെ നാമത്തിൽ. അൻസു, നിന്റെ ജീവിതത്തിനകത്ത് ഇന്ന് രാത്രി ഒരു മഹത്വം വെളിപ്പെടുക. യേശുവിന്റെ നാമത്തിൽ നിന്റെ കുറവുകളെ ദൈവാത്മാവ് ഇന്ന് രാത്രിക്കാലം നിന്റെ ബലഹീനതകളെ മാറ്റി, നിന്റെ ശാരീരിക സംബന്ധമായി നീ അനുഭവിക്കുന്ന ചില വിഷയങ്ങളെ മാറ്റി, നിന്റെ ജീവിതത്തിനകത്ത് മഹത്വത്തെ വെളിപ്പെടുത്തി ബലഹീനതകളെ മാറ്റി ദൈവത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ ദൈവാത്മാവ് ഇന്ന് രാത്രി വെളിപ്പെടുത്തുക. പരിശുദ്ധാത്മാ വ്യക്തമായി സംസാരിക്കുക. ഈ ദിവസങ്ങളിൽ ഉടമനക സന്ത റമനഹസ്യ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ, ചില ശൂന്യതകളെ മാറ്റുന്ന ദൈവപ്രവൃത്തി, ചില ഇല്ലായ്മകളെ മാറ്റുന്ന ദൈവപ്രവൃത്തി ഇപ്പോൾ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരികയാണ്. ഞാൻ പറയാം, ദൈവമക്കളെ, മഹത്വം വെളിപ്പെട്ട പച്ചവെള്ളം വീഞ്ഞായി തീരും. വീഞ്ഞ് പോരാതിരുന്ന വീട്ടിനകത്ത് മഹത്വം, പിതാവിന്റെ മഹത്വം വെളിപ്പെട്ടപ്പോൾ മഹത്വം വെളിപ്പെട്ടപ്പോൾ പച്ചവെള്ളം വീഞ്ഞായി തീരും. ഹല്ലേലൂയ. ഇതിനകത്ത് ഞാൻ പറയാം, മഹത്വം നിന്റെ കൂടെ നടന്നാൽ നീ ചെല്ലുന്നിടത്തെല്ലാം മഹത്വം വെളിപ്പെടാൻ തുടങ്ങും. നീ ചെല്ലുന്നിടത്തെല്ലാം അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. ലാക്കുകൾ മാറും, ജനത്തിന്റെ ഇല്ലായ്മകൾ മാറും. നീ ചെല്ലുന്നിടത്തെല്ലാം ജനത്തിന്റെ ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാവും. ദൈവമക്കളെ, ഇതൊരു സൂപ്പർ നാച്ചുറൽ ലൈഫ് സ്റ്റൈലാണ്. ആമേൻ, ഹല്ലേലൂയ. സൂപ്പർ നാച്ചുറൽ. ആദാമിന് ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരുന്നു. അവന്റെ ലൈഫ് സ്റ്റൈൽ എന്താന്ന് ചോദിച്ചാൽ മഹത്വമായിരുന്നു അവന്റെ ലൈഫ് സ്റ്റൈൽ. അവൻ എവിടെ തൊട്ടാലും മഹത്വം വെളിപ്പെടും. ഹല്ലേലൂയ. അവൻ തൊടുന്നിടത്തെല്ലാം മഹത്വം വെളിപ്പെടും. നോക്കിക്കേ, യേശു ആ മഹത്വമായിട്ട് 30-30 വയസ്സിൽ ശുശ്രൂഷ തുടങ്ങിയത് തൊട്ടടത്തെല്ലാം മഹത്വം വെളിപ്പെട്ടു. ഹല്ലേലൂയ. ആദ്യത്തെ അത്ഭുതം നടക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുക, 2-ാമത്തെ അധ്യായത്തിനകത്ത്, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുക, അങ്ങനെ അവൻ കാനാവിലെ കല്യാണ വീട്ടിൽ തന്റെ മഹത്വം വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ആദ്യമായി ചെയ്ത ദൈവത്തിന്റെ ആ അത്ഭുതം, അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു. യേശു ചെന്നിടത്തെല്ലാം മഹത്വമാണ് വെളിപ്പെട്ടത്. ഇന്ന് രാത്രി ഞാൻ പറയാം, നിന്റെ ജീവിതത്തെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് നീ ചെല്ലുന്നിടത്തെല്ലാം മഹത്വം വെളിപ്പെടണം. അതാണ് വചനം പറയുന്നത്, സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചിരിക്കുന്നത് അവന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ.
അല്ല, മഹത്വത്തിനകത്ത് ജീവിക്കുന്ന ഒരു അനുഭവമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്, ഒരു ലൈഫ് സ്റ്റൈലാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്താ പ്രത്യേകത? മഹത്വത്തിനകത്ത് നിനക്ക് ഇല്ലായ്മകളില്ല, മഹത്വത്തിനകത്ത് നിനക്ക് വിചാരങ്ങളില്ല. ഞാൻ പറയാം, വിചാരപ്പെട്ടുകൊണ്ട് ഒന്നും കൂടത്തില്ല, വിചാരപ്പെട്ടുകൊണ്ട് ഒന്നും ലഭിക്കത്തില്ല. പക്ഷെ ഒന്ന് നീ തിരിച്ചറിയണം, നീ ആയിരിക്കുന്നത് ദൈവ മഹത്വത്തിനകത്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഈ വചനം, എൻ്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ നല്ല ധനത്തിലൊത്താണ് ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. എന്താ? ദൈവത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തും. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, ഈ മഹത്വം നിന്റെ ജീവിതത്തിൽ ചലിച്ചാൽ നിന്റെ വീട്ടിനകത്ത് ഹല്ലേലൂയ ശൂന്യതകൾ മാറും, നിന്റെ വീട്ടിനകത്ത് നന്മ വെളിപ്പെടും, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ശുശ്രൂഷക്കകത്ത് എല്ലാം ദൈവിക അനുഗ്രഹം വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. നമുക്കറിയാം, ഏലിയാവിന്റെ ജീവിതത്തിനകത്ത് ഏലിയാവ് ചെന്നത്, ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് ഏലിയാവ് ചെന്നത് ഹല്ലേലൂയ സാറാഫത്തിലെ വിധവയുടെ വീട്ടിലേക്കാണ്. ഏലിയാവിനെ ജീവിക്കാൻ അനുഭവം ഒന്നുമില്ല, പക്ഷേ ദൈവം അയച്ചിരിക്കുന്നത് സാറാഫത്തിലെ വിധവയുടെ ജീവിതത്തിനകത്തേക്കാണ്. അവളുടെ ജീവിതത്തിനകത്ത് ഒന്നുമില്ല, ഭക്ഷിക്കാൻ ഒന്നുമില്ല, ഒരു പിടി മാവ് മാത്രമേ ഉള്ളൂ, ഒരു പിടി മാവേ ഉള്ളൂ. പക്ഷേ ഏലിയാവ് പറയുകയാണ്, നിന്റെ കയ്യിലുള്ള ആ മാവ് കൊണ്ട് നീ എനിക്കൊരു അടയുണ്ടാക്കി ആദ്യം കൊണ്ടെത്താ. അല്ല, ഇന്ന് മുതൽ ഞാൻ പറയാം, ഇവന്റെ ഈ ഏലിയാവിന്റെ മേൽ ഉള്ള ഒരു മഹത്വമുണ്ട്, ഒരു ഗ്ലോറി ഉണ്ട്. ആ ഗ്ലോറിക്കകത്തേക്കാണ് ഈ സഹോദരി കൊണ്ട് വിതച്ചത്. അമേൻ. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ ദൂത് പറയാം, നീ ഗ്ലോറിക്കകത്ത് വിതച്ചോണം. അല്ല, മഹത്വം ഉള്ളിടത്ത് നീ വിതച്ചോണം. അല്ല, അങ്ങനെയുള്ള വിത അവള് ചെയ്തപ്പോ, അല്ല, മഹത്വം ചലിക്കുന്ന ഏലിയാവിന്റെ ജീവിതത്തിൽ അവൾ അടയുണ്ടാക്കിയപ്പോ അന്ന് അവിടെ തുറന്നതാണ് അവളുടെ ഭരണിനകത്ത് എണ്ണ വർദ്ധിക്കാൻ തുടങ്ങി, അവളുടെ കലത്തിലെ മാവ് വർദ്ധിക്കാൻ തുടങ്ങി, വർധനവ് വെളിപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. ശൂന്യത മാറാൻ തുടങ്ങി. കലത്തിലെ മാവ് കുറഞ്ഞില്ല, ഭരണിയിൽ എണ്ണ വറ്റിയില്ല. യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്നോളം വരെ ഇവൾക്ക് ഒന്നിനും കുറവുണ്ടായില്ല. ആ സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻസ് അവർക്ക് വേണ്ടി വെളിപ്പെടാൻ തുടങ്ങി. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻസ് വെളിപ്പെടാൻ പോവുകയാണ്? സൂപ്പർ നാച്ചുറൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഏഞ്ചലിക് ആയിട്ടുള്ള അല്ല പ്രൊവിഷൻസ് നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുക. ഇന്ന് രാത്രി ഞാൻ പറയുമ്പോൾ ദൂതന്മാർ നിന്റെ ലൈഫിനകത്ത് ഇന്ന് രാത്രി ചില മിറക്കിൾസ് ആയിട്ട് ദൈവത്തിന്റെ പ്രൊവിഷൻസിനെ വെളിപ്പെടുത്താൻ പോകുകയാണ്. മിറക്കിൾ മണികൾ, മിറക്കിൾ സോഴ്സുകൾ നിന്റെ ലൈഫിനകത്ത് വെളിപ്പെടാൻ. ഒരു പൊട്ടനെ പോലെ ഇന്ന് രാത്രി ചാടി പിടിക്കാനെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ദൂത് പറയാ, ഒരു പ്രൊഫഷൻ നിന്റെ മേൽ വെളിപ്പെട്ട് വരിക, ഒരു പ്രൊവിഷൻ വെളിപ്പെട്ട് വരിക. ഒരു പൊട്ടനെ പോലെ ഇന്ന് രാത്രി ദൂതം ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ഞാൻ പറയാം, നിന്റെ കലത്തിലെ മാവ് നോക്കണ്ട, നിന്റെ കയ്യിലുള്ള ഒരു പിടി മാവ് നീ നോക്കണ്ട, ദൈവത്തിന്റെ വാക്ക് നീ വിശ്വസിക്ക്. ഏലിയാവ് പറഞ്ഞ വചനം നിമിത്തം കലത്തിലെ മാവ് പിന്നെ കുറഞ്ഞില്ല, ഭരണിയിലെ എണ്ണ വച്ചില്ല. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഇന്നു മുതൽ നിന്റെ ലാക്ക് മാറുക, നിന്റെ അനുഭവം, ഇല്ലായ്മയുടെ അനുഭവം മാറി നിന്റെ ജീവിതത്തിനകത്തൊരു വർധന ഉണ്ടാകാൻ പോവാ. വർധനമുണ്ടാകാൻ പോവുക. ഓ, ഇല്ലായ്മയുടെ അനുഭവങ്ങൾ മാറട്ടെ. യേശു ശമരിയ പട്ടണത്തിൽ, ശമരിയ ദേശത്ത് സ്കോർ എന്ന് പറയുന്ന പട്ടണത്തിനകത്ത്, ശമരിയ എന്ന് പറയുന്ന സ്ഥലത്ത് യേശു ഹല്ലേലൂയ യാക്കോബ് കുത്തിയ ഒരു കിണറിന്റെ അടുക്കൽ യേശു വന്നിരിക്കുകയാണ്. അവിടെ വെള്ളം കോരുവാൻ വേണ്ടി ഒരു സഹോദരി കടന്നു വരും. നമുക്കറിയാം, ആ സഹോദരിക്ക് 5 ഭർത്താക്കന്മാരുണ്ട്. 5 ഭർത്താക്കന്മാരുണ്ട്. 6ാമത്തത് ഇപ്പൊ ഭർത്താവല്ല. ഹല്ലേലൂയ. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവളുടെ ജീവിതത്തിന്റെ കുറവെന്ന് പറഞ്ഞാൽ അവളുടെ കൂടെ ഭർത്താക്കന്മാർ നിൽക്കത്തില്ല.
അവൾക്ക് അല്ല അന്നത്തെ ഒരു ഭർത്താവ് ഒരു വ്യക്തി ഒരു സഹോദരിയിൽ കൂടെ നിൽക്കുന്നില്ലെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അവൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്നില്ല, അഥവാ അവൾക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കാൻ കഴിയുന്നില്ല. സ്വത്രം 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 അവൾക്ക് തലമുറകളെ ജനിപ്പിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ഒന്നാമത്തെ ഭർത്താവിൽ നിന്ന് അവൾക്ക് തലമുറ ഇല്ല, രണ്ടാമത്തെ ഭർത്താവിൽ നിന്ന് തലമുറയില്ല. അവളുടെ ജീവിതത്തിനകത്ത് ഒരു ഫ്രൂട്ട്ഫുൾനെസ് ഉണ്ടാവുന്നില്ല. അവളുടെ ജീവിതത്തിനകത്ത് 5 ഭർത്താക്കന്മാരുണ്ടായിട്ടും അവൾക്കൊരു കുഞ്ഞില്ല. അവളുടെ ജീവിതത്തിനകത്ത് 6ാമത്തെ, നമ്മൾ ഇങ്ങനെ പറയാം, അവളൊരു മജ്ജിയാണ്. അവളുടെ ലൈഫിനകത്ത് ഫ്രൂട്ട്ഫുൾനെസ് ഇല്ല, ഫലം പുറത്തു വരാൻ കഴിയുന്നില്ല. ശ്രദ്ധിച്ചേ ഇന്ന് രാത്രികാലം നമ്മുടെ ചിന്താഗതികളെ ദൈവം മാറ്റുകയാണ്. 6ാമത്തെ ഭർത്താവ് ഇപ്പോൾ ഉള്ളതും ഭർത്താവല്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ യേശു വരികയാണ്. 7ാമനായി യേശു വരികയാണ്. 7 എന്നുള്ള സംഖ്യ പൂർണ്ണതയുടെ സംഖ്യയാണ്. 7 ഇന്ന് രാത്രി ഞാൻ പറയാം, ചിലർ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകും. 7 എന്നുള്ള സംഖ്യ വെളിപ്പെടാൻ പോകും. റാത്തി മഷ്യ തരക സന്ധര ഭൗഷ്യ റീഖതയേരയ തേരിയാൽ മഷ്യ 7 എന്നുള്ള സംഖ്യയുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ആരെങ്കിലും ഡേറ്റ് ഓഫ് ബർത്തോ അവരുടെ ലൈഫുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, നിന്റെ ലൈഫിനകത്ത് വലിയ തിരിവ് സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥിച്ചു. ഇതിനകത്ത് 7 എന്നുള്ള സംഖ്യ പരിശുദ്ധാത്മാ എന്നെ കാണിക്കുക. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ രാത്രി വിശ്വസിച്ച് ഏറ്റെടുത്തോ. ആ സംഖ്യയുടെ മേൽ ദൈവത്തിന്റെ ഒരു തീ വീഴുന്നത് ഞാൻ കാണും. 7ാമനായി യേശുവിടെ കാലുകുത്തി. യേശു കാലുകുത്തിയത് വെറുതെ അല്ല, യേശു കാലുകുത്തിയത് ജീവജല നദിയുമായിട്ടാണ്. യേശു കാലുകുത്തിയത് ജീവജല നദിയുമായിട്ടാണ്. അവളുടെ വരൾച്ചകളെ മാറ്റുവാൻ, അവളുടെ ഇല്ലായ്മകളെ മാറ്റുവാൻ ജീവന്റെ ഉറവയുള്ളവൻ അവൻ അവിടെ കാലുകുത്തിയേക്കുക. യേശു പറയും, ഈ വെള്ളം കുടിച്ചാൽ പിന്നെയും ദാഹിക്കും, പക്ഷെ ഞാൻ തരുന്നൊരു വെള്ളമുണ്ട്, അത് കുടിച്ചാൽ ഒരു നാളും ദാഹിക്കത്തില്ല. ഇത് നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയാണ്. ഇത് ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല, ഇത് നിലനിൽക്കുന്ന ഉറവയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അന്ന് അവളുടെ ലൈഫിനകത്ത് വലിയ തിരിവുണ്ടാകാൻ തുടങ്ങി. ഞാൻ പറയാം, ഒരു നന്മയും പുറത്തു വരാതിരുന്നവളുടെ ഉള്ളിലേക്ക് വലിയ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. രാത്രി വലിയ ദൈവ സാന്നിധ്യം ഇതിനകത്ത് ആളുകൾക്ക് വന്നാൽ ഇപ്പോൾ ചലിക്കുകയാണ്. യേശുവിന്റെ ചില ഫലം വെളിപ്പെടാൻ പോവുകയാണ്. ചില ഫലങ്ങൾ പുറത്തു വരാൻ വേണ്ടി പോവുകയാണ്. നിന്റെ ഉള്ളിൽ നിന്ന് ചില ഫലം പുറത്തു വരാൻ പോവുകയാണ്. എനിക്കറിയത്തില്ല, അങ്ങനെ ദൂത് വരുന്നോണ്ട് ഞാൻ വിളിച്ചോളാം. മച്ചി എന്ന് പറഞ്ഞവൾക്ക് 6ാം മാസം എന്ന് ദൂത് പറയുക. വചനം പറയുകയാണ്. വചനം നീ ഇന്ന് രാത്രി ഏറ്റെടുത്താൽ നിന്റെ വരണ്ട അനുഭവം ദൈവാത്മാവ് ഇന്ന് രാത്രി മാറ്റി ഒരു ഫ്രൂട്ട്ഫുൾനെസ് പരിശുദ്ധാത്മാവ് തരാൻ പോവുകയാണ്. എവിടെ തൊട്ടാലും ഒരു ഫ്രൂട്ട്ഫുൾനെസ് ഇല്ലാത്ത അനുഭവത്തെ ദൈവം ഇന്ന് രാത്രി കാലം മാറ്റി നീ തൊടുന്ന കാര്യങ്ങളെല്ലാം ഫ്രൂട്ട്ഫുൾ ആകാൻ വേണ്ടി പോവുകയാണ്. സ്വതന്ത്രം. ഈ സഹോദരി അവിടെ യേശുവുമായി സംസാരിച്ചപ്പോ ഇവളുടെ ഉള്ളിലൊരു ബോധ്യം കിട്ടി. ഞാൻ ഈ സംസാരിക്കുന്നത് സാധാരണ വ്യക്തിയല്ല, ഇവൻ ഇവൻ ജീവന്റെ ഉറവയുള്ളവനാണ്. ഇവൻ മെഷികയാണ്. ഞങ്ങൾ ആ മലയിലും ഈ മലയിലുമാണ് ആരാധിക്കുന്നത്. എന്നാൽ സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിന്റെ സത്യത്തിലും ആരാധിക്കണമെന്നുള്ള വെളിപ്പാടുമായി യേശു കർത്താവ് അവളുടെ മുമ്പിൽ നിന്നിട്ട് പറയുകയാണ്. പിതാവ് ആഗ്രഹിക്കുന്ന ആരാധന അങ്ങനെയുള്ള ആരാധനയാണ്. ഇത് അകത്ത് വന്നപ്പോൾ ആ നിമിഷം അവൾ കുടം വെച്ചുകൊണ്ട് അവൾ പട്ടണത്തിലേക്ക് ഓടി. അവൾ ചുമന്നുകൊണ്ട് വന്ന ഒരു കുടമുണ്ട്, അതൊരു വലിയ ഭാരമായിരുന്നു. ആ ഭാരം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടപ്പോ ആ ഭാരം താഴെ വീണു. രാത്രി ഞാൻ പറയാം, ഭാരങ്ങളെല്ലാം താഴെ പോവുക. നീ ചുമന്നുകൊണ്ട് വന്ന ചില ഭാരം ഇന്ന് രാത്രി ദൈവം ഇറക്കി വെക്കുക. നീ ചുമക്കണ്ട, കാരണം നിന്നെ കണ്ടുമുട്ടിയത് മെഷികയാണ്. അവന്റെ കയ്യിൽ ജീവന്റെ ഉറവയുണ്ട്, അവന്റെ കയ്യിൽ നിനക്കുള്ള അനുഗ്രഹമുണ്ട്, അവന്റെ കയ്യിൽ നിനക്കുള്ള ദൈവിക അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ആ കുടം താഴെ സ്വർഗം ഏൽപ്പിച്ചു.
ഹല്ലേലൂയ. ആ പട്ടണത്തിനകത്തേക്ക് അവൾ ഓടാൻ തുടങ്ങി. മഹത്വം വെളിപ്പെട്ടപ്പോ അവൾ ഓടിച്ചെന്ന് പറയാം, എന്റെ കാര്യങ്ങളെല്ലാം പറയുന്ന ഒരുവനെ ഞാൻ കണ്ടെത്തി, അവൻ മെസ്സിഹ ആയിരിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം വെളിപ്പെട്ടപ്പോ അവളുടെ ഭാരം മാറിപ്പോയി. അവൾക്ക് ആരുമില്ല, ഭർത്താക്കന്മാരില്ല, ആരും ഇവളുടെ കൂടെ നിൽക്കുന്നില്ല. ഇവൾക്ക് പറയാൻ ഒത്തിരി പരാതിയുണ്ട്. ഇതെല്ലാം അവള് മറന്ന് അവള് കർത്താവിന് വേണ്ടി ഓടാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയാം, യേശുവിന് വേണ്ടി നീ ഓടാൻ തുടങ്ങും. അതിന്റെ ഭാരങ്ങളെല്ലാം മാറ്റിവെച്ച്, നിന്റെ പ്രതികൂലങ്ങളെല്ലാം മാറ്റിവെച്ച് മഹത്വം ചുമന്നുകൊണ്ട് ഹല്ലേലൂയ നീ കർത്താവിന് വേണ്ടി ഓടാൻ തുടങ്ങും. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മമണവാളനായി ഏഴാമനായി വന്ന കർത്താവ് ഹല്ലേലൂയ അവളുടെ അകത്ത് ജീവന്റെ ഉറവയെ ഹല്ലേലൂയ നൽകിയപ്പോൾ ഈ ലോകത്തിന് തരാൻ കഴിയാത്ത സന്തോഷം അവളുടെ ഉള്ളിലുണ്ടായി. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഈ ലോകം തരുന്ന എല്ലാ നന്മകളും ഹല്ലേലൂയ അതിനെല്ലാം ഒരു പരിധിയുണ്ട്. പക്ഷേ യേശു തരുന്നത് അത് നിത്യമായ സന്തോഷമാണ്. ആ സന്തോഷം അകത്തു വന്നപ്പോൾ അവള് കർത്താവിന് വേണ്ടി ഓടാൻ തുടങ്ങി. ഇന്ന് രാത്രികാലം ഞാൻ ഇങ്ങനെ പറയാം, ഈ മഹത്വം പ്രാപിപ്പാനാ ദൈവം നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ. ഏലിയാവ് ചെന്ന വീട്ടിനകത്ത് വലിയ ബുദ്ധിമുട്ടിനകത്തായിരുന്നത്. പക്ഷെ അവിടെ ദൈവത്തിന്റെ മഹത്വം അവിടെ ചലിക്കാൻ തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ അവളുടെ ബുദ്ധിമുട്ട് മാറി. ആ ഭവനത്തിനകത്തുള്ള ഇല്ലായ്മ മാറി. ആ വീട്ടിനകത്തുള്ള മരണം മാറി. ആ വീട്ടിനകത്തുള്ള നിരാശകൾ മാറി. ആ വീട്ടിനകത്ത് വലിയ ദൈവത്തിന്റെ സന്തോഷം വെളിപ്പെടാൻ തുടങ്ങി. രാത്രി ഞാൻ പറയാം, ഈ മഹത്വം നിന്റെ മേൽ ചലിക്കാൻ തുടങ്ങിയാൽ നിന്റെ ഭവനത്തിനകത്ത് മരണം മാറും. സ്ഥിതികൾ മാറാൻ തുടങ്ങും, അവസ്ഥകൾ മാറാൻ തുടങ്ങും. ദൈവത്തിന്റെ ദൈവ സാന്നിധ്യം നിന്റെ വീട്ടിനകത്ത് വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ മഹത്വം പ്രാപിപ്പാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടത് ഞാനും നിങ്ങൾക്കും എനിക്കും നിങ്ങൾക്കും നഷ്ടപ്പെട്ടു പോയ ആ ദൈവമഹത്വത്തെ മടക്കി തരാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എനിക്ക് തന്ന മഹത്വം, പിതാവ് എനിക്ക് തന്ന മഹത്വം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇന്ന് രാത്രി നീ ഒന്ന് തിരിച്ചറിയണം, നിന്റെ മേലൊരു മഹത്വമുണ്ട്, നിന്റെ മേലൊരു മഹത്വമുണ്ട്. ഏലിയാവ് ആ സാറാഫത്തിലേക്ക് ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സാറാഫത്തിലേക്ക് ഏലിയാവിനെ ദൈവം വിടുമ്പോ അവിടെ മഹത്വം വെളിപ്പെടുത്താനാണ് വിട്ടത്. ഞാൻ പറയാം, ദൈവം നിന്നെ എവിടെയെങ്കിലും ഒക്കെ അയക്കുന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തെ കണ്ട് നീ ഭയപ്പെടേണ്ട. ആ സാഹചര്യത്തെ മാറ്റുന്ന ഒരു മഹത്വം നിന്റെ ഉള്ളിലുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ശുശ്രൂഷക്കായിട്ട് ഇറങ്ങുമ്പോൾ, മുന്നോട്ട് പോകുമ്പോൾ ഈ സ്ഥലത്ത് എങ്ങനെ ഞാൻ ശുശ്രൂഷിക്കും, ഈ വ്യക്തികളോട് ഞാൻ എങ്ങനെ സുവിശേഷം പറയും, ഇവരെ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, ഇവർക്ക് എന്നെ മനസ്സിലാക്കാൻ. ഞാൻ പറയാം, അവിടെ നിന്റെ മഹത്വം വെളിപ്പെടുത്താനാ ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. സാഹചര്യങ്ങൾ അനുകൂലമാകത്തില്ല സഹോദരങ്ങളെ, പക്ഷേ നിന്റെ കൂടെയുള്ള കർത്താവിന്റെ ആ മഹത്വം നീ അവിടെ വെളിപ്പെടുത്തുമ്പോ സാഹചര്യങ്ങളെല്ലാം നിനക്ക് അനുകൂലമായി വരും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. കാനാവിലെ കല്യാണ വീട്ടിൽ വല്ല സാഹചര്യങ്ങളും അനുകൂലമായിരുന്നു? ഒരിക്കലുമല്ല. പക്ഷെ മഹത്വം വെളിപ്പെട്ടപ്പോ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി വന്നു. ഹല്ലേലൂയ. മഹത്വത്തെ ചുമക്കുവാനാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ഇല്ലായ്മകളെ മാറ്റുന്ന ദൈവമഹത്വത്തെ ചുമക്കാനാ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. റബാല ഹദീരകസ്യ. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ മഹത്വം ചുമന്നുകൊണ്ട് ഉള്ളങ്കാൽ വെച്ചപ്പോ യോർദാന്റെ ഒഴുക്ക് നിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് വെച്ചാൽ യോർദാൻ മാറിയിട്ട് ഞങ്ങൾ കടക്കാൻ നിന്നില്ല, ഞങ്ങൾ വിശ്വാസത്താൽ മഹത്വം ചുമന്നുകൊണ്ട് യോർദാനെ ചവിട്ടി. നീ സാഹചര്യം കണ്ടോണ്ട് പകച്ചു നിൽക്കണ്ട. ദൂതുണ്ടല്ലോ, പ്രവചനം ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു ദിവസം നടക്കും എന്ന് വിചാരിച്ച് നോക്കി നിൽക്കണ്ട. നീ വിശ്വാസത്തോടെ കാല് വെക്ക്, അവിടെ ദൈവം മഹത്വം വെളിപ്പെടും. ധാരോടുള്ള ദൈവശബ്ദമാണ് ഇന്ന് രാത്രി. ചെങ്കടൽ കണ്ട് ഭാരപ്പെടേണ്ട മോശെ, നീ നിലവിളിക്കണ്ട. നീ വിശ്വാസത്തോടെ നിന്റെ കയ്യിലുള്ള വടിയെടുത്ത് നീട്ടി നീ ചെങ്കടലിലേക്ക് ഇറങ്ങാൻ പറ. നീ വിശ്വാസത്തോടെ ഇറങ്ങ്, നീ വിശ്വാസത്തോടെ ഇറങ്ങ്. ഒരു പരിചയവും കാണത്തില്ല, നിനക്ക് ഒരു ഒന്നും അറിയത്തില്ലായിരിക്കും, പക്ഷെ നീ വിശ്വാസത്തോടെ മുൻപോട്ട് കാല് വെക്ക്. അവിടെ ദൈവം മഹത്വം വെളിപ്പെടും. ഹല്ലേലൂയ. ഏലിയാവ് ചെന്ന വീട്ടിനകത്ത് മഴ പെയ്യേണ്ട സമയമായപ്പോ, ഞാൻ എന്റെ ഭാഷയിൽ പറയാം,
മഴയുടെ സമയം വരെ ഏലിയാവ് പറഞ്ഞതുപോലെ കലത്തിലെ മാവ് കുറഞ്ഞിട്ടില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞിട്ടില്ല. പക്ഷെ മഴ പെയ്യേണ്ട സമയമായപ്പോ ഞാൻ എന്റെ ചിന്തക്കകത്ത് പറയുക, മഴ പെയ്യേണ്ട സമയമായപ്പോ കലത്തിലെ മാവ് പതുക്കെ കുറയാൻ തുടങ്ങി, ഭരണിയിലെ എണ്ണ പതുക്കെ കുറയാൻ തുടങ്ങി. അല്ല ഈ കുറവ് വന്നപ്പോ ഏലിയാവ് ചിന്തിക്കുന്നുണ്ടാവും, എന്താ കർത്താവെ കുറവ് വരുന്നുണ്ടല്ലോ, കുറയുന്നുണ്ടല്ലോ. ഞാൻ പറയാം, കുറവ് വരുന്നത് ഇതുവരെ നിനക്ക് ഒരുപക്ഷെ കാക്കയായിരിക്കും നിന്നെ പോഷിപ്പിച്ചത്, അഥവാ വിധവയായിരിക്കും നിന്നെ പോഷിപ്പിച്ചത്. പക്ഷെ അടുത്തൊരു സീസൺ ദൈവം നിന്റെ മേൽ തുറക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എന്താണെന്നറിയോ, ഇനി നീ കാക്കയുടെ വരവ് നോക്കണ്ട, ഇനി നീ ഭരണിയിലെ എണ്ണയിലേക്ക് നോക്കണ്ട, മറിച്ച് ദൈവം നിനക്ക് ദേശത്തിന്റെ നന്മ തരാൻ പോകും. വലിയ 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 മഴയുടെ മുഴക്കമാണ് കേൾക്കുന്നത്. ഈ ദേശം എവിടെയാണോ ഈ മഴ പെയ്യാൻ പോകുന്നത്, ആ മഴ പെയ്യുന്നിടത്ത് ചില വിത്ത് മുളയ്ക്കും. നീ നിൽക്കുന്നിടത്ത് ചില വിത്തുകൾ എന്ത് ചെയ്യും, മുളയ്ക്കും. ഇനി നീ വിധവയുടെ ഭരണിയിലേക്ക് നീ നോക്കിയിരിക്കണ്ട, നീ നിൽക്കുന്ന സ്ഥലത്ത്. ഞാൻ പറയാം, ഇതിനകത്ത് ചില ബിസിനസ്സുകാർ എഴുന്നേക്കാൻ വേണ്ടി പോവുകയാണ്, ഇതിനകത്ത് ബിസിനസ്സുകാർ എഴുന്നേക്കാൻ വേണ്ടി പോവുകയാണ്. വിശുദ്ധാത്മ ദൂത് പറയുക, ബിസിനസ്സുകൾ തുറക്കുന്നതായിട്ട്. നീ നിൽക്കുന്നിടത്ത് ചില നന്മ വെളിപ്പെടാൻ പോവുകയാണ്. നീ ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ ചില ബിസിനസ്സുകൾ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടവർ രാത്രി പ്രാർത്ഥിച്ചു, ചില ബിസിനസിന്റെ വാതിലുകൾ തുറക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവിനോട് ആലോചന പറയും. പ്രാർത്ഥിച്ചോ യേശുവിന്റെ നാമത്തിൽ. ഷീബ എന്ന് പറഞ്ഞ ഡിവൈസ് പ്രാർത്ഥിച്ചോ യേശുവിന്റെ നാമത്തിൽ. ദൈവത്തിന്റെ വലിയ മഹത്വം വെളിപ്പെടാൻ പോയി. നിൽക്കുന്നിടത്ത് അല്ലെങ്കിൽ ശൂന്യതകളെ മാറ്റുന്ന ദൈവപ്രവൃത്തി നിന്റെ ലൈഫിനകത്ത് വെളിപ്പെട്ടു വരാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. ചിലത് മുളയ്ക്കാൻ പോവുകയാണ്. പ്രാർത്ഥിച്ചോ, നിൽക്കുന്നിടത്ത് ചിലത് മുളച്ചു വരാൻ പോകും. നിന്റെ പേരിൽ ചിലത് ദൈവം കുറിക്കും, നിന്റെ പേരിൽ ചിലത് തുടങ്ങും, നിന്റെ പേരിൽ ചിലത് കുറിക്കാൻ പോവുക. യേശുവിന്റെ നാമം വിശ്വസിച്ച് ബോർഡുകൾ നിന്റെ പേരിൽ പൊങ്ങാൻ പോവുക യേശുവിന്റെ നാമത്തിൽ. നിൽക്കുന്നിടത്ത് നന്മ മുളയ്ക്കും. നീ ഇനി തപ്പിപ്പോകണ്ട. നീ കാക്കയുടെ വരവ് നോക്കിയിരിക്കണ്ട, ഭരണിയുടെ എണ്ണ നോക്കി നിൽക്കണ്ട. നീ നിൽക്കുന്ന ഏലിയാവെ, നീ നിൽക്കുന്ന സ്ഥലത്ത് മഴ പെയ്യും, നീ നിൽക്കുന്ന സ്ഥലത്ത് ചിലത് മുളച്ചു വരും. എനിക്കതിന് ചിലരോട് പരിശുദ്ധാത്മ പറയാം, നീ ഇനി സാലറി വരുന്ന ആ ഡേറ്റ് 31-ാം തീയതി ഡേറ്റ് നോക്കി നിൽക്കണ്ട കേട്ടോ. അല്ലെങ്കിൽ അതിന് മുമ്പേ നിന്റെ കയ്യിലേക്ക് ചില നന്മ വരും. പ്രാർത്ഥിച്ചോ, ചില നന്മകൾ വെളിപ്പെട്ട് വരാൻ വേണ്ടി പോകുക യേശുവിന്റെ നാമത്തിൽ. ലിജുവിന്റെ മേൽ വലിയ വാതിലുകൾ തുറക്കാൻ വേണ്ടി പോകുക. ചില നന്മയുടെ വാതിലുകൾ തുറന്നു വരാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. ചില ഫിനാൻസ് ഡോറുകൾ രാത്രി ദൈവാത്മാവ് നിനക്ക് വേണ്ടി വെളിപ്പെടുത്താൻ വേണ്ടി പോകുക. നിങ്ങളുടെ പരിശുദ്ധമുള്ള വിദേശ നന്മകൾ അത് നിൽക്കുന്നിടത്ത് വെളിപ്പെട്ട് വരും. ഇന്നത്തെ അനുഭവത്തിനകത്ത് നിനക്ക് വരേണ്ട ചിലതിനെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ചില ബ്ലോക്കുകളെ, ഫിനാൻഷ്യൽ ഡോറുകളെ ദൈവാത്മാവ് തുറന്ന് ചില നന്മയുടെ വാതിലുകൾ ഉടമനക സന്ത ഭൗഷ്യാകൽക്കസിയ ആത്മാവ് നിനക്ക് വേണ്ടി തുറന്നു തരാൻ വേണ്ടി നിൽക്കുന്നിടത്ത് നന്മ വെളിപ്പെടും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പത്രോസേ, നീ പോയി ചൂണ്ട എടുത്തോണ്ട് പോയി ചൂണ്ടയിട്ടോണ്ട് വാ, ആ മീന്റെ വായിൽ ഒരു പണം ഉണ്ടാവും. അത് എനിക്കുള്ളത് നിനക്കുള്ളതും ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ പറഞ്ഞു. യേശു നിന്നിടത്ത് മീന്റെ വായിലുള്ള ആ പണം വന്നു. യേശു നിന്നിടത്ത് ആ മീന്റെ വായിലുള്ള പണം വന്നെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടോ? ഈ മഹത്വം നിന്റെ മേൽ ചലിക്കാൻ തുടങ്ങി. നീ നിൽക്കുന്നിടത്ത് നന്മ വരും. ഞാൻ വിശ്വാസത്താൽ ഒരു പ്രൊഫറ്റിക്കൽ ഐസ് ഞാൻ കാണുക, പ്രവാചക കണ്ണുകളെ ഞാൻ ഇതിനകത്ത് കാണുകയാണ്. ഈ കഴുകന്റെ പ്രത്യേകത അവൻ ഏറ്റവും ഉയർത്തി പറക്കുമെങ്കിലും അവന്റെ കണ്ണ് ആഴത്തിൽ, കടലിന്റെ ആഴത്തിൽ കിടക്കുന്ന ആ മത്സ്യത്തിന്റെ മേൽ അവന്റെ കണ്ണുണ്ട്. ഞാൻ അങ്ങനത്തെ ചില കണ്ണുകൾ ഇതിനകത്ത് കാണുകയാണ്. പ്രൊഫറ്റിക്കൽ ഐസ് ഞാൻ ഇതിനകത്ത് കാണുകയാണ്. ചിലത് ലക്ഷ്യം വെച്ച് നീ അത് കൈക്കലാക്കുന്ന പോലെ നിന്റെ കയ്യിലേക്ക് ചില നന്മകൾ ഇന്ന് രാത്രി ദൈവം തുറക്കുകയാണ്.
ആഴത്തിൽ കിടക്കുന്ന ചില നന്മകൾ നിന്റെ കയ്യിലേക്ക് വരാൻ പോവുക കേട്ടോ സഹോദര. Thank you, Jesus. Thank you, Holy Spirit. ഹല്ലേലൂയ. ആഴത്തിൽ കിടക്കുന്ന നന്മകൾ നിന്റെ കയ്യിലേക്ക് വരാൻ പോവുകയാണ്. Hallelujah. ഓ ജീസസ്. യെസ്, യേശു നിന്നിടത്ത് അത് വന്നു. ആമേൻ, ആമേൻ. വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. വിശ്വസിക്കുന്നു പപ്പാ. കാരണം അവൻ യേശുവിന്റെ മേൽ ചലിച്ച മഹത്വമാണ് അത് കൊണ്ടുവന്നത്. ഹല്ലേലൂയ. രാത്രിക്കാലം അതേ മഹത്വമാണ് നിന്റെ മേൽ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. പിതാവ് എനിക്ക് തന്ന അതേ മഹത്വം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. പിതാവ് എനിക്ക് തന്ന മഹത്വം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. എന്താ പ്രത്യേകത? ഈ മഹത്വം ചലിച്ചാൽ നീ നിൽക്കുന്നിടത്ത് വഴികൾ തുറന്നു വരും, ഹല്ലേലൂയ. വാതിലുകൾ തുറന്നു വരും, നന്മകൾ വരും. പത്രോസ് അഭിഷേകം പ്രാപിച്ച് പത്രോസ് നിൽക്കുമ്പോൾ പത്രോസിന്റെ കാൽക്കൽ നന്മ വന്നു. ആമേൻ. ഹല്ലേലൂയ. കാരണം അവന്റെ മേൽ വീണിരിക്കുന്ന മഹത്വത്തിന്റെ പുതപ്പാണ്. ഹല്ലേലൂയ. റോമാലേഖനത്തിനകത്ത് 6-ാം അധ്യായത്തിനകത്ത് ഒരു വചനമുണ്ട്. ഹല്ലേലൂയ. ആ വചനം കൂടി വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. പ്രധാനപ്പെട്ട ഒരു വചനമാണ്. എടുക്കാൻ പറ്റുമെങ്കിൽ റോമാലേഖനം 6-ാം അധ്യായം. ജീസസ് യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. 4-ാം അധ്യായം 4-ാം വാക്യം ഒന്ന് വായിച്ചേ. 4-ാം അധ്യായം. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത്. അതല്ല, റോമാലേഖനം 6-ാം അധ്യായം 4-ാം വാക്യം. ഓക്കെ. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ആമേൻ. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ഹല്ലേലൂയ. എത്ര പേർക്കത് മനസ്സിലായി? പിതാവിന്റെ മഹത്വത്തിനകത്താണ് യേശു, ഹല്ലേലൂയ, മഹിമയിലാണ് യേശു ഉയർത്തെഴുന്നേറ്റത്. ഹല്ലേലൂയ. പിതാവിന്റെ മഹിമക്കകത്താണ് യേശു ഉയർത്തെഴുന്നേറ്റത്. ഈ മഹിമക്കകത്ത് ജീവന്റെ പുതുക്കത്തിനകത്ത് ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ ഓരോ ദിവസവും മഹത്വത്തിൽ നീ പുതുക്കം പ്രാപിക്കുന്ന വ്യക്തിയായി മാറണം. ഹല്ലേലൂയ. അതാ പറഞ്ഞ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവര് താഴോട്ടല്ല പോകുന്നത്, അവര് കഴുകനെ പോലെ ചിറകടിച്ച് കയറും. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗ്ലോറി, അടുത്ത ലെവലിലേക്ക്, അടുത്ത തലത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് ചിറകടിച്ച് കയറും. രാത്രികാലം അങ്ങനെ ഒരു മഹത്വത്തിന്റെ തലം വെളിപ്പെടുന്നത് പരിശുദ്ധാത്മാവ് ഞാൻ കാണുകയാണ്. മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, ഗ്ലോറി ടു ഗ്ലോറി. ചില ശരീരങ്ങൾക്കകത്തുള്ള രോഗങ്ങൾ മാറുന്നത് ആത്മാവിനെ കാണിക്കാതെ, ഈ ഡയബറ്റിക്സ് പോലെയുള്ള വിഷയങ്ങൾ, ഷുഗർ രോഗങ്ങൾ, അങ്ങനെ മരുന്ന് കഴിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം മഹത്വത്തിനകത്ത് ആ രോഗം നിന്റെ ശരീരത്തിൽ നിന്ന് മാറും. നിങ്ങൾ നോക്കിക്കേ, ഈ കഴുകന്റെ ഒപ്പം കാക്ക പറക്കാൻ തുടങ്ങും. കഴുകൻ കുഞ്ഞുങ്ങൾ താഴെ ഉണ്ടെങ്കിൽ ഈ കാക്ക കുഞ്ഞുങ്ങൾ അതിന്റെ പുറകെ എന്ന് കൊത്തും. എന്നാൽ നമുക്കറിയാം കഴുകൻ വേറൊന്നും ചെയ്യത്തില്ല, അതിനോട് തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ പോകത്തില്ല, തിരിച്ചവരോട് ദേഷ്യപ്പെടാൻ കുത്താൻ വേണ്ടി അല്ലേ എന്താ അവരെ ഉപദ്രവിക്കാൻ പോകത്തില്ല. കഴുകൻ ഒറ്റക്കാരെ ചെയ്തില്ല. കഴുകൻ അവൻ നിൽക്കുന്ന മണ്ഡലത്തിൽ അവൻ മേളിലേക്ക് പറന്ന് കയറാൻ തുടങ്ങും. ഹല്ലേലൂയ. അത് കാക്ക എത്ര കയറാൻ നോക്കിയാലും ഒരു പരിധിക്കപ്പുറം കാക്കയ്ക്ക് കയറാൻ പറ്റത്തില്ല. അല്ല, നീ നിൽക്കുന്ന മണ്ഡലത്തിലേക്ക് നീ കയറി വാ. നീ താഴോട്ട് പോകുന്നതുകൊണ്ടാണ് കാക്ക കുഞ്ഞുങ്ങൾ നിന്നെ അറ്റാക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിനക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത്, പോരാട്ടങ്ങൾ ഉണ്ടാവുന്നത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കകത്ത് നീ പെട്ടുപോകുന്നത്. പക്ഷെ നീ മഹത്വത്തിനകത്ത് കയറി വാ, ജീവന്റെ പുതുക്കത്തിൽ കയറി വാ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് പറയാ, നീ ഹോരേബിലേക്ക് വാ. ഹല്ലേലൂയ. മോശേ നീ കയറി വാ, ഹോരേബിലേക്ക് കയറി വാ. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. നീ മഹത്വത്തിലേക്ക് കയറി വാ. നീ താഴെ നിൽക്കുമ്പോ പെരുവിറുപ്പാ നീ കേൾക്കുന്നത്, മറ്റുള്ളവർ കുറ്റം പറയുന്നതാ കേൾക്കുന്നത്. പക്ഷെ നീ ഹോരേബിലേക്ക്, നീ എന്റെ പർവ്വതത്തിലേക്ക് കയറി വാ. രാത്രി ഞാൻ പെരുവിറുക്കുന്ന അനുഭവങ്ങളെല്ലാം മാറുക കേട്ടോ. കുറ്റം പറയുന്ന അനുഭവങ്ങൾ, നിന്നെ നിന്ദിക്കുന്ന അനുഭവങ്ങൾ, പരിഹാസത്തിന്റെ അനുഭവങ്ങൾ, ഇതെല്ലാം വിട്ട് കർത്താവ് പറയാ, നീ മഹത്വ തലത്തിലേക്ക്, നീ എന്റെ അടുക്കിലേക്ക് കയറുക, മഹത്വത്തിനകത്തേക്ക് കയറുക.
കമല ഇന്ന് രാത്രി ആരുടെയൊക്കെ ലൈഫ് ചേഞ്ച് ആവുകയാണ്, ആമേൻ. ആരുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആവുകയാണ്. റമാന റുഗോലി കര മഹത്വ തലത്തിനകത്തേക്ക് കർത്താവ് നിന്നെ വിളിക്കുക, അടുത്തൊരു ഗ്ലോറി തലത്തിലേക്ക്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധാരണ മണ്ഡലത്തിനകത്ത് നിൽക്കുന്ന കാക്കയ്ക്ക് അടുത്ത മണ്ഡലത്തിൽ നിൽക്കുന്ന പരുന്തിനെ തൊടാൻ പറ്റത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയാം, നീ നിൽക്കുന്ന മണ്ഡലം നീ തിരിച്ചറിയും. മഹത്വത്തിനകത്താണ് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നത്. സ്നാനപ്പെടുമ്പോ സംഭവിച്ചത്, പിതാവിന്റെ മഹിമയ്ക്കകത്ത് യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ നീയും ജീവന്റെ പുതുക്കത്തിലാണ് ഉയർത്തെഴുന്നേറ്റത്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. എന്ന് വെച്ചാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ആ യേശു വാതിൽ അടച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാരുടെ നടുവിൽ വന്ന് ഇറങ്ങി നിന്നു. ആമേൻ. ഹല്ലേലൂയ. ആ മഹത്വമാണ് സ്നാനപ്പെടുമ്പോ എന്റെ മേലും നിന്റെ മേലും വന്നിരിക്കുന്നത്. ആമേൻ. പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. കണ്ടോ, പിതാവിന്റെ മഹിമയ്ക്കകത്ത യേശു ഉയർത്തെഴുന്നേറ്റത്. ആ മഹിമയാണ് യേശു നമുക്ക് തന്നിരിക്കുന്നത്. സ്നാനമേൽക്കുമ്പോ ആ മഹത്വത്തെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. ആ ജീവന്റെ പുതുക്കത്തിൽ നടക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഞാൻ പറയാം, ഫിലിപ്പോസ് ആത്മാവിൽ അവൻ എടുത്തോണ്ട് പോയി, എസ്തോദിലേക്ക് അവൻ എടുത്തോണ്ട് പോയി. കാരണം എന്താ അറിയോ, അവന് തടസ്സങ്ങളൊന്നും ഇല്ലായിരുന്നു. അവൻ ദൈവത്തിന്റെ മഹത്വത്തിനകത്താണ് നിൽക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ അങ്ങനെ ദൂത് പറയാം, നിന്റെ മഹത്വം ചുമന്നോണ്ട് പോകുന്ന സമയമുണ്ട് കേട്ടോ. നിന്റെ മഹത്വം എടുത്തോണ്ട് പോകുന്ന സമയമുണ്ട് കേട്ടോ. മഹത്വം ചുമക്കാനല്ല, മഹത്വം നിന്നെ ചുമക്കും. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അടുത്തൊരു സീസൺ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയാം. ഹല്ലേലൂയ. മഹത്വം നിന്നെ ചുമക്കാൻ പോവാ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നോക്കിക്കേ, ഫിലിപ്പോസ് നിൽക്കുന്നിടത്ത് പറയുക, ഞാൻ സ്നാനപ്പെടുത്തിയിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാമെന്ന് ഫിലിപ്പോസ് പറയുകയാണെങ്കിൽ മഹത്വം പറയില്ല, ഞാൻ നിന്നെ ചുമക്കാൻ പോവുക. നിന്നെ ഇനി അസ്തോദിലാണ് ഞാൻ കൊണ്ട് നിർത്താൻ പോകുന്നത്. അടുത്ത പട്ടണത്തിലേക്ക് ഞാൻ നിന്നെ കൊണ്ട് നിർത്താൻ പോവുക. അവിടെ ചില ശുശ്രൂഷകളുണ്ട്, അവിടെ ചില അത്ഭുതങ്ങൾ വെളിപ്പെടുത്താനുണ്ട്. അവിടെ ഒരു വലിയ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നിന്നെ ഞാൻ അയക്കാൻ വേണ്ടി പോവുക. മഹത്വം എടുത്തോണ്ട് പോയി അവിടെ അസ്തോദിക്കൊണ്ട് നിർത്തി. ഹല്ലേലൂയ. ഇന്ന് രാത്രിക്കാലം ഞാൻ പറയാം, മഹത്വം നിന്നെ ചുമക്കാൻ പോവുകയാണ്. ആമേൻ. ആമേൻ. ഞാൻ ഇങ്ങനെ പറയുന്നത്, മഹത്വം നീ ചുമക്കുമെന്നല്ല, മഹത്വം നിന്നെ ചുമക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ കയറേണ്ട ഫ്ലൈറ്റ്, നീ പോകേണ്ട യാത്രകൾ, നീ ചെല്ലേണ്ട ദേശങ്ങൾ, ആ മഹത്വം അതിലേക്ക് നിന്നെ കൊണ്ട് കയറ്റി നിർത്തും. ഹല്ലേലൂയ. 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 ഈ മഹത്വം തരാൻ വേണ്ടിയാണ് സുവിശേഷ ഘോഷണത്താൽ അവൻ നമ്മളെ രക്ഷയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി തിരിച്ചറിയണം, നിന്റെ അകത്തുള്ള മഹത്വം നീ തിരിച്ചറിയണം. യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവാണ് നിന്റെ അകത്ത് വസിക്കുന്നത്. ഈ പിതാവിന്റെ മഹിമയിൽ യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ജീവന്റെ പുതുക്കത്തിലാണ് ദൈവം നിന്നെ ആക്കിയിരിക്കുന്നത്. ഓരോ ദിവസവും ജീവന്റെ പുതുക്കത്തില കേട്ടോ. ജീവന്റെ ഉയർത്തെഴുന്നേറ്റ യേശുവിന് പിന്നെ മരണമില്ല. യേശുവിന് പിന്നെ മരണത്തെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഉയർത്തെഴുന്നേറ്റവന്റെ ആ അതേ മഹത്വത്തിനകത്ത ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നത്. ആമേൻ. ആമേൻ. ഇത് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു തലമാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയത്തില്ല, ഈ ഗൂഗിൾ മീറ്റിനകത്ത് പരിശുദ്ധാത്മാവ് ഇത് പറയുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഇതിനകത്ത് നിൽക്കുന്ന ഓരോരുത്തരും അങ്ങനെയുള്ള തലങ്ങൾക്കകത്ത് നിൽക്കുന്ന വ്യക്തികളാണ് ഞാൻ വിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് സംസാരിക്കത്തില്ല. കാരണം നിങ്ങൾ ആ മഹത്വത്തിനകത്തിരിക്കുന്ന വ്യക്തികളാണ്. ആമേൻ. ആമേൻ. ആ മഹത്വത്തിനകത്തിരിക്കുന്നത് കാരണം പിതാവിന്റെ മഹിമയിലാണ് യേശു ഉയർത്തെഴുന്നേറ്റ്. അതേ ജീവന്റെ പുതുക്കത്തിൽ നടക്കാനാണ് നമ്മളെ ദൈവം കണ്ടിരിക്കുന്നത്. പിതാവിന്റെ മഹിമയ്ക്കകത്ത്, പിതാവിന്റെ മഹത്വത്തിനകത്ത്. ഹല്ലേലൂയ. പിതാവിന്റെ മഹത്വത്തിനകത്ത് നടക്കുമ്പോൾ ഹല്ലേലൂയ, പിതാവിന്റെ ആ നന്മകൾ നമ്മുടെ ലൈഫിനകത്ത് വെളിപ്പെടാൻ തുടങ്ങും. പിതാവിന്റെ നല്ല ദാനങ്ങൾ ലഭിക്കാൻ തുടങ്ങും. പിതാവിന്റെ നമ്മളെ കുറിച്ചുള്ള പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരാൻ തുടങ്ങും. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഞാനിങ്ങനെ പറയാം, ഹാലലൂയ, നീ ഇടുന്ന ഡ്രസ്സ് പോലും ഹാലലൂയ പിതാവിന്റെ ഡിസൈൻ പ്രകാരമായിരിക്കും. നിന്റെ ശുശ്രൂഷ അത് മാനുഷിക ശബ്ദത്തിലോ അത് ഏതെങ്കിലും വാക്ചാതുര്യത്തിലോ ആയിരിക്കത്തില്ല. അത് പിതാവിന്റെ മഹത്വത്തിനകത്ത് നിന്നായിരിക്കും നിന്റെ ശുശ്രൂഷ വരാൻ പോകുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്കുക, പിതാവിന്റെ മഹത്വത്തെയാണ് യേശു ക്രിസ്തു നിനക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി വലിയത് പ്രതീക്ഷിച്ചോ. നീ ചെല്ലുന്നിടത്ത്, നീ ഇരിക്കുന്നിടത്തെല്ലാം പിതാവിന്റെ മഹത്വം വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പ്രതീക്ഷിച്ചോ, ഈ പിതാവിന്റെ മഹത്വമുള്ളിടത്ത്, നിങ്ങൾ ശ്രദ്ധിച്ച്, പിതാവിന്റെ മഹത്വമുള്ളിടത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതന്മാര് ഹല്ലേലൂയ ആക്ടിവേറ്റ് ആവും. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഞാൻ പറയാം, ഹല്ലേലൂയ, ഏദൻ തോട്ടത്തിൽ ആദാമിനെ ഹവ്വയെയും ദൈവം സൃഷ്ടിച്ച് അവരുടെ മേൽ ജീവശ്വാസം ഊതുമ്പോൾ, അവർ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും അവർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൂതന്മാർ നോക്കുമ്പോൾ താഴെ കാണുന്നറിയോ, ദൈവം നിൽക്കുന്നു. ഹല്ലേലൂയ. ദൈവം നിൽക്കുന്നു താഴെ. ഹല്ലേലൂയ. കാരണം അവൻ സൃഷ്ടിച്ചിരിക്കുന്നത്, ദൈവം ചിന്തിക്കുകയാണ്, എന്നെ പോലെ ഒന്നിനെ എനിക്ക് അവിടെ സൃഷ്ടിക്കണം. ഞാൻ നിൽക്കുന്ന പോലെ ഒരുത്തൻ അവിടെ നിൽക്കണം. ദൂതന്മാർ നോക്കുമ്പോ, എടാ ഹല്ലേലൂയ ദൈവം അവിടെ നിൽക്കുന്നു. ഹല്ലേലൂയ ദൈവം അവിടെ നിൽക്കുന്നു. ഇന്ന് രാത്രി ഞാൻ പറയാം, അതേ മഹത്വമാണ്, പിതാവിന്റെ മഹത്വമാണ് മക്കളായ നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് രാത്രി ദൈവം തന്നിരിക്കുന്നത്. പിതാവ് നിൽക്കേണ്ടിടത്ത് ഇന്ന് പുത്രനെ നിർത്തിയേക്കുവാണ്. ആമേൻ. യേശു പറഞ്ഞു, ഞാൻ സ്വയമായിട്ടൊന്നും പറയുന്നില്ല, പിതാവ് എന്നിൽ വസിച്ചിട്ട് അവന്റെ പ്രവൃത്തി ചെയ്യുകയാണ്. പിതാവ് എന്നിൽ വസിച്ചിട്ട് അവന്റെ ഇഷ്ടം ചെയ്യുകയാണ്. ഞാനല്ല സംസാരിക്കുന്നത്, പിതാവാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ലോകം കാണുന്നത് നിന്നെ അല്ല, നിന്റെ മേൽ ഉള്ള പിതാവിന്റെ മഹത്വത്തെ കാണാൻ തുടങ്ങും. ഹല്ലേലൂയ. ഞാൻ പറയാം, ദൂതന്മാര് ഈ ദൈവമഹത്വം കണ്ടു കഴിഞ്ഞാൽ ഹല്ലേലൂയ അവർ ദൂതന്മാർ നിനക്ക് വേണ്ടി ആക്ടിവേറ്റ് ആകാൻ തുടങ്ങും. നിന്റെ വായിൽ നിന്ന് വാക്കുകൾ പുറപ്പെടുവാൻ ദൂതന്മാർ കാത്തിരിക്കും. നീ പറയുന്ന പോലെ സംഭവിക്കുവാൻ, പ്രവർത്തിക്കുവാൻ ദൂതന്മാർ ആക്ടിവേറ്റ് ആവും. ഇന്ന് രാത്രികാലം വിശ്വസിച്ചാൽ ഞാൻ നിങ്ങളോട് പറയാം, നിന്റെ വാക്കുകൾക്കകത്ത് ദൂതന്മാർ ചലിക്കാൻ വേണ്ടി പോകുക. ഏഞ്ചൽസ് ചലിക്കാൻ വേണ്ടി പോകുക. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഷാജി ഇന്ന് രാത്രികാലം ദൂതന്മാർ നിനക്ക് വേണ്ടി ചലിക്കാൻ വേണ്ടി പോകുക. എനിക്കറിയത്തില്ല, എന്തോ ഒരു വാഹനവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ഒരു വിടുതൽ ഇന്ന് രാത്രി ദൈവാത്മ വെളിപ്പെടുത്താൻ പോകും. വാഹനം, ഒരു 4 വീലറുമായി ബന്ധപ്പെട്ട്, എനിക്കറിയത്തില്ല ഇതിനകത്ത് ഇരിക്കുന്ന ആരോടോ പരിശുദ്ധാത്മ ദൂത് പറയുക, വാഹനവുമായി ബന്ധപ്പെട്ട്, ഒരു 4 വീലറുമായി ബന്ധപ്പെട്ട് ഒരു വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ഗ്ലോറി അതിനകത്ത് വെളിപ്പെടുന്നത് ദൈവം എന്നെ കാണിച്ചു തരിക. രാത്രി വിശ്വസിച്ചു, അപ്പന്റെ മഹത്വം വെളിപ്പെടും. അപ്പന്റെ മഹത്വം വെളിപ്പെടും. റമാന റഗൽ തമന ഹസിയ ദരഗൽ സംതന അസ്തമന റഗൽ കസിയ ഓ റിബാ ഷാബ റഗസിയ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരികയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ മഹത്വം വെളിപ്പെടാൻ പോവുക സഹോദര. ഹല്ലേലൂയ. യേശുവിനെ രക്ഷിതാവായി കർത്താവായി സ്വീകരിച്ച് രക്ഷയ്ക്കകത്ത് കയറിയത് ഈ മഹത്വം പ്രാപിക്കാൻ വേണ്ടി. ആമേൻ. നിങ്ങൾ സ്നാനപ്പെട്ടവരാണോ? ഈ പിതാവിന്റെ മഹത്വം നിങ്ങളുടെ മേലുണ്ട്. ഈ മഹത്വം കൊണ്ടാണ് നീ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാം, സ്വർഗത്തിലെ ദൂതന്മാർ നിന്റെ മേൽ ആക്ടിവേറ്റ് ആയി തുടങ്ങിയിരിക്കുക. രാത്രി നിന്റെ വാക്കുകൾക്കകത്ത് ദൂതന്മാർ ചലിക്കും. നിനക്ക് വരേണ്ട നന്മകളെ ഇനിയും തടയാൻ പറ്റത്തില്ല. നിന്റെ അടുത്ത് വരേണ്ട വഴികളെ, വാതിലുകളെ അത് ഇനി ബ്ലോക്ക് ചെയ്യാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ ദൂതന്മാർ ഇന്ന് രാത്രി നിനക്ക് മുമ്പായി ചെന്ന് അവൻ ദുർഘടങ്ങളെ നിറപ്പാക്കി, താമ്രവാതിലുകളെ തകർത്ത്, ഇരുമ്പോളങ്ങളെ കെണ്ണിച്ചു കളഞ്ഞ് ദൈവത്തിന്റെ വഴികൾ നിന്റെ മുമ്പിൽ ഇന്ന് രാത്രി ആത്മാവ് തുറക്കുക. വിശ്വസിച്ചോ, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിനക്കുണ്ടായി എന്റെ ദൂതനെ അയക്കും, അവൻ നിനക്ക് വേണ്ടി വഴി ഒരുക്കും എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ദൂതന്മാർ യേശുവിന്റെ നാമത്തിൽ മാത്യു വിശ്വസിച്ചു. ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂതന്മാർ ചില വഴികൾ ഒരുക്കുക. യേശുവിന്റെ നാമത്തിൽ ചില വാതിലുകൾ തുറക്കുന്നു, ചില കൂട്ടുകളെ പൊട്ടിച്ചു കളഞ്ഞ്, ചില കാരാഗ്രഹത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ചു കളഞ്ഞ്, ചില ഡോറുകൾ ഇന്ന് രാത്രി സ്വർഗം തുറക്കുക. യേശുവിന്റെ നാമത്തിൽ വിശാചി വെച്ച ചില ബൗണ്ടറികളെ പൊളിച്ച് ഇന്ന് രാത്രി സ്വർഗം നിന്നെ പുറത്തു കൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ പിതാവിന്റെ മഹത്വം വെളിപ്പെടും. നമ്മുടെ ഈ മഹത്വം വെളിപ്പെട്ടപ്പോ പൗലോസും ശീലാസും ഇരുന്ന കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകി, ചങ്ങലകൾ പൊട്ടി, സകല വാതിലും തുറന്നുപോയി.
ആരും കൈവച്ചില്ല, ആരും പൂട്ടുപൊട്ടിക്കാൻ നോക്കിയില്ല, ആരും മുറിക്കാൻ നോക്കിയില്ല, ആക്സോബ്ലേഡ് ഉപയോഗിച്ചില്ല. അല്ല, മഹത്വം വെളിപ്പെട്ടപ്പോ പൂട്ട് പൊട്ടി. ഓ, Amen. രാത്രി വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചോ. Hallelujah. ഈ മഹത്വം ഇന്ന് രാത്രി വെളിപ്പെടുകയാണ്. Thank you, Jesus. ചില യാത്രകൾ തുറക്കുന്നു, Amen. ചില യാത്രകൾ തുറക്കുന്നു. ഇതിനകത്ത് യാത്രയുമായി ബന്ധപ്പെട്ട്, ഫ്ലൈറ്റ് യാത്രകളുമായി ബന്ധപ്പെട്ട് Hallelujah. പ്രാർത്ഥിക്കുന്ന ചിലരോട് ദൈവാത്മ പറയുന്നു, ചില യാത്രകൾ വെളിപ്പെടുകയാണ്. Hallelujah. Thank you, Jesus. ആമേൻ. പൗലോസിനെ കഴിഞ്ഞ നാളുകളിൽ ഒതുക്കി വെച്ചെങ്കിൽ അവൻ പുറത്തു വരാൻ വേണ്ടി പോകുകയാണ്. Amen. Amen. വെളിയുണ്ട്, ശുശ്രൂഷയുണ്ട്, പരിധി വെച്ചു, അതിനപ്പുറം പോകണ്ട, 4 ചുവരിനകത്ത് ഒതുങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് പൗലോസിനെ പൂട്ടിയ പൂട്ട് മഹത്വം വെളിപ്പെട്ടപ്പോ അത് പൊട്ടി അവൻ പുറത്തു വന്നു. Amen. Hallelujah. ഇന്ന് രാത്രി ഇതിനകത്ത് വെളിയുള്ള ശുശ്രൂഷയുള്ള ചിലരോട് ഞാൻ പറയാം, ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരികയും Amen. മഹത്വത്തിന്റെ ശുശ്രൂഷ, മഹത്വത്തിന്റെ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങളുടെ ശുശ്രൂഷ അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല. അക്ഷരം കൊല്ലുന്നു, പക്ഷെ ആത്മാവ് ജീവിപ്പിക്കുന്നു. എന്റെ പ്രസംഗം അത് വശീകരണ വാക്കുകളല്ല, മറിച്ച് അല്ല, ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനം. ഹല്ലേലൂയ. നിന്നെ വിളിച്ചത് ഈ മഹത്വം വെളിപ്പെടുത്തണം. നീ ചെല്ലുന്നിടത്ത് അല്ല, അത്ഭുതം നടക്കണം, മിറക്കിൾസ് നടക്കണം, ഹീലിംഗ് നടക്കണം, മഹത്വം വെളിപ്പെടണം. Amen. ഇന്ന് രാത്രി വിശ്വസിക്ക്, ആ മഹത്വം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുക. എനിക്കറിയത്തില്ല, ഇതിനകത്ത് പരിശുദ്ധാത്മ വലിയ വിടുതലുകളെ അയക്കുന്നത് തന്നെ കാണിക്കുക. അല്ല, അകപ്പെട്ടു പോയ സ്ഥലത്ത് നിന്ന് ആലരിയ ഈ വേട്ടക്കാരന്റെ കെണി പൊട്ടി അല്ല പക്ഷി വഴുതി പുറത്തു വരുന്നത് പോലെ അല്ല ചിലരൊക്കെ പുറത്തു വരിക. Amen. Amen. Hallelujah. അകപ്പെടുത്തുവാനിട്ട കെണികളെല്ലാം പൊട്ടി മാറുകയാണ്. Praise the Lord. അകപ്പെടുത്താനിട്ട കെണികളെല്ലാം പൊട്ടി മാറുകയാണ്. Hallelujah. ഇതിന്റെ വേഗതയെ കുറച്ച്, ശുശ്രൂഷയുടെ വേഗതകളെ കുറച്ച്, ഇതിന്റെ വേഗത കുറച്ച എല്ലാ മേഖലകളും ദൈവം മാറ്റുകയാണ്. Amen. Amen. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയാം, മഹത്വം ദൈവം വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഗ്ലോറി ജീസസ്. Thank you, Jesus. ഗ്ലോറി ജീസസ്. ഗ്ലോറി ജീസസ്. ഗ്ലോറി ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. വലിയ ദൈവമഹത്വത്തെ ഞാൻ തിരിച്ചറിയുക, വലിയ ദൈവ സാന്നിധ്യത്തെ ഞാൻ തിരിച്ചറിയുക. ഹല്ലേലൂയ. ഗ്ലോറി ചലിക്കുന്നു. നിങ്ങളത് അന്യഭാഷ ഉള്ളവരൊന്ന് അവിടെ ആയിരിക്കുന്നിടത്തെല്ലാം ഒന്ന് അന്യഭാഷ ഒന്ന് അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ച്, സാധാരണ ഒരു പകർച്ച നിങ്ങളുടെ മേൽ വീഴുന്നത് ഞാൻ ഇന്ന് കാണുക. വിശ്വാസത്തിൽ അന്യഭാഷ എന്ന് പറഞ്ഞു, ഇപ്പോൾ തന്നെ ഒരു പച്ചവെള്ളം വീഞ്ഞായി മാറുന്ന മഹത്വം ഇതിന്റെ മേൽ ചലിക്കുക. യേശുവിന്റെ നാമത്തിൽ അന്യഭാഷ പറയാൻ പറ്റുന്നവരെല്ലാം വായികൾ തുറന്നൊന്ന് അന്യഭാഷ പറഞ്ഞ് അല്പനേരം ഒന്ന് അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിച്ച് ഒരു ഇമ്പാർട്ടേഷൻ വീഴുക, ഒരു ഇമ്പാർട്ടേഷൻ വീഴുക, ഒരു ഇമ്പാർട്ടേഷൻ വീഴുക. യേശുവിനാമത്തിൽ receive, receive, receive the glory of God, receive the glory. സ്വീകരിക്കുക, ആ ദൈവ മഹത്വത്തെ സ്വീകരിക്കുക. ദൈവ മഹത്വത്തെ സ്വീകരിക്കുക. ഫിനാൻഷ്യൽ ഡോറുകൾ തുറക്കുന്നു. ഫിനാൻഷ്യൽ ആയിട്ടുള്ള തടസ്സങ്ങൾ മാറ്റുക ദൈവം. ആത്മാവ് ഫിനാൻഷ്യൽ ഡോറുകളെ തുറക്കുന്നു, തടസ്സങ്ങളെ മാറ്റുക. രാത്രി പ്രാർത്ഥിച്ചോ, 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 പ്രാർത്ഥിച്ചോ. മഹത്വം വെളിപ്പെടുക. ബുദ്ധിമുട്ടുകൾ മാറാൻ പോവുക. ബുദ്ധിമുട്ടുകളെ ദൈവം മാറ്റുക. നിന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റുക. നിന്റെ ലൈഫിനകത്ത് ബുദ്ധിമുട്ട് കൊണ്ടുവന്ന തടസ്സങ്ങളെ ഇന്ന് രാത്രി ദൈവം മാറ്റുക. മഹത്വം വെളിപ്പെടുക, മഹത്വം വെളിപ്പെടുക. വിശ്വസിച്ചോ, മഹത്വം ഗ്ലോറി വെളിപ്പെടുക. Receive the fire of God.
Spirit. Receive the fire of Holy Spirit. Receive in the name of Jesus. Receive the Holy Spirit. Fire of Holy Spirit. Fire of Holy Spirit. Rasa Prakatia. Lekria Hasa Prakata Prakatia. Oh, receive. Right now, in the name of Jesus, start speaking in tongues. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാണ്. നിങ്ങളുടെ സ്പിരിറ്റിലേക്ക് അത് ഡൗൺലോഡ് ആവുക, സ്പിരിറ്റിലേക്ക് അത് റിസീവ് ആവുക. ഞാൻ ഇങ്ങനെ ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കാം. നിന്റെ ഇപ്പൊ ഇല്ലായ്മകൾ നിന്റെ കയ്യിൽ ശൂന്യമാകാൻ ദൈവം അനുവദിക്കത്തില്ല കേട്ടോ. ആ വിധവയുടെ കയ്യിൽ ഒരു പിടി മാവ് ഉണ്ടായിരുന്നു, ഒരു പിടി മാവ്. പക്ഷെ ശൂന്യമാകാൻ ദൈവം അനുവദിച്ചില്ല. രാത്രി വിശ്വസിച്ചോ, ശൂന്യമാകാൻ ദൈവം അനുവദിക്കത്തില്ല. വലിയ മഹത്വം നീ കാണാൻ പോകും. ശൂന്യത നീ കാണത്തില്ല. Thank you, Holy Spirit. തമിഴ് അറിയാമോ പാസ്റ്റർ? തമിഴ് അറിയാമോ? തമിഴ് അത്യാവശ്യം അറിയാം. അപ്പൊ ദേവകി ഭാസ്കർ എന്ന് പറഞ്ഞ ഒരു കുട്ടി കയറിയിട്ടുണ്ട് ചെന്നൈയിൽ നിന്ന്. ഒന്ന് പ്രാർത്ഥിക്കാമോ പാസ്റ്റർ? പ്രാർത്ഥിക്കാം. ദേവകി ഒന്ന് അൺമ്യൂട്ട് ആക്കാവോ? ദേവകി ഭാസ്കർ, can you hear me? If possible, please unmute. പാസ്റ്റർ ഓഫീസിലാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പാസ്റ്റർ അങ്ങ് പ്രാർത്ഥിച്ചു പറഞ്ഞോ, ചിലപ്പം അതായിരിക്കും. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇംഗ്ലീഷിൽ പറയാ അതോ തമിഴോ? തമിഴിൽ പറഞ്ഞാൽ മതി പാസ്റ്റർ. കർത്താവേ, ദേവിക്കായി പ്രാർത്ഥിക്കുന്നു. ദേവകിയുടെ മേൽ കർത്താവേ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ഗ്ലോറി കർത്താവേ, അങ്ങയുടെ ഗ്ലോറി വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഉങ്ങളുടെ മേൽ ദൈവ ഗ്ലോറി, ദൈവ പ്രസന്നം, ദൈവ മഹത്വം അത് ஆண்டவர் பகர போற தெய்வ மகத்துவத்தில் உங்களை இன்னைக்கு ஒரு எழுந்தல் you are going to rise again from the glory of God. This verse is Isaiah 61. God is giving, arise and shine, for the glory of the Lord is risen upon you. God is giving this verse for you. Devagi, you are going to rise again. You already you are fallen down so much times, but God is telling, God is going to raise you again with the glory of God. This time the glory will shine upon you, and the people will see the glory which is residing upon you, and you will see the glory of God these days. Thank you Holy Spirit. Thank you Holy Spirit. Pastor, അതുപോലെ നിർമ്മൽ കുമാർ, അതും ചെന്നൈയിൽ നിന്നാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി പാസ്റ്റർ. Nirmal Kumar. Can you hear Nirmal? Okay. Please unmute. Nirmal Kumar, can you hear? Can you hear? Nirmal Kumar, can you please unmute? Yes. Yeah, you can. Pastor Prathicho, English Prathicho. Praise Lord, Nirmal. Praise Lord, Pastor. Okay, thank you Holy Spirit. I bless Nirmal in the mighty name of Holy Spirit. Let the glory be upon Nirmal, Lord Jesus. Let our brother be fruitful in the coming days. I speak that Joseph become a fruitful vine, a fruitful branch which overtakes and growth over the every hindrance. I speak and a growth in his life about over every circumstances and boundaries. He going to fruitful in his ministry and in his job and every area of life. I speak a supernatural growth. Brother, God is telling me a supernatural growth is going to come on you. The hindrance and the blockages you will go into
overtake that all things, and a supernatural growth is going to come on your life. God speaks in the financial area also. You will see great breakthroughs in the coming days. Thank you, Holy Spirit. Thank you, Holy ആമേൻ Spirit. Thank ആമേൻ. you, Holy Spirit. പാസ്റ്റർ ഷാജി രാജ്, അത് മലയാളി കുട്ടി കേട്ടോ. ഷാജി രാജ് സിസ്റ്റർ, ഷാജി ഷാജി രാജ്. ഷാജി അൺമ്യൂട്ടാക്കാവോ? അൺമ്യൂട്ട് ആക്കാൻ പറ്റുമോ സിസ്റ്റർ? ഓക്കെ ഓക്കെ. പ്രാർത്ഥിച്ചു. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ് സിസ്റ്റർ. കർത്താവേ ഷാജി പ്രാർത്ഥിക്കാം. കർത്താവേ ഷാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവത്തിന്റെ വലിയ ഫേവർ ചലിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമം ഈ ഹീലിംഗ് പരിശുദ്ധാത്മാവ് എന്തൊക്കെയോ സൗഖ്യങ്ങൾ നിങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ഈ ഹീലിംഗ് വെളിപ്പെടുന്നതായിട്ട് ദൈവാത്മാവ് കാണിക്കുന്നു. പരിശുദ്ധ നിങ്ങളെ എനിക്കറിയത്തില്ല, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങളായിരിക്കുന്നിടത്ത് ഭയങ്കര ഹീലിംഗ് നടക്കുന്നത് പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. I release that healing in the mighty name of God. യേശുവിന്റെ നാമത്തിൽ ആ സൗഖ്യത്തെ ഞാൻ റിലീസ് ചെയ്യുന്നു. ആ സ്പിരിറ്റ് എല്ലാ ഇൻഫോർമേറ്റീവ്സ് എല്ലാ ഡിസീസ് സ്പിരിറ്റിനെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. ഇവരുടെ വീടിനകത്തുള്ള സ്പിരിറ്റുകളെല്ലാം വിട്ടുമാറട്ടെ. ദൈവിക സൗഖ്യം ലൈഫിനകത്ത് വെളിപ്പെട്ട യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഇപ്പോൾ തന്നെ ഒരു ബ്രേക്ക് ത്രൂ തന്റെ മേൽ ഫിനാൻഷ്യൽ ഏരിയയിൽ കർത്താവേ ചില ബ്രേക്ക് ത്രൂകൾ സംഭവിക്കട്ടെ. തന്നെ ഫിനാൻസ് മേഖലകൾക്കകത്ത് കഴിഞ്ഞ നാൾ ഒഴുക്കിക്കളയുന്ന ഒരു സ്പിരിറ്റ്, നിന്റെ ഫിനാൻഷ്യലിനകത്ത് വരുന്ന നന്മകളെ ഒഴുക്കിക്കളയുന്ന ഒരു സ്പിരിറ്റിനെ ദൈവം ഇപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഫിനാൻസ് മേഖലകൾക്കകത്ത് ദൈവികമായ ഒരു തടസ്സങ്ങളെ മാറ്റി ദൈവികമായ ഒരു വിടുതൽ ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ലൈഫിൽ തരും യേശുവിന്റെ നാമത്തിൽ. ആ തടസ്സങ്ങളെ ദൈവാത്മാവ് ബ്രേക്ക് ചെയ്ത് കളയും. ഇന്നേക്ക് വരുന്ന ചില ദിവസങ്ങൾക്കുള്ളിൽ, വരുന്ന ഒരു 7 ദിവസത്തിനുള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തി നിന്റെ ലൈഫിൽ വെളിപ്പെടാൻ പോകും. എസ്പെഷ്യലി ഇൻ ഫിനാൻഷ്യൽ ഏരിയ നിനക്കൊരു വലിയ ബ്രേക്ക് ത്രൂ കർത്താവ് തരാൻ പോവുക യേശുവിന്റെ നാമത്തിൽ. റമാസിയ ഷമാറകൾ കസിയ പ്രോപ്പർട്ടി മേഖലകൾക്കകത്തെല്ലാം ദൈവത്തിന്റെ ആത്മാവിന്റെ ചലനം സംഭവിക്കും. പ്രോപ്പർട്ടി പരിശുദ്ധാത്മാവ് പറയുന്നു. പ്രോപ്പർട്ടിയുടെ മേലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും യേശുവിന്റെ നാമത്തിൽ. ഞാനത് റിലീസ് ചെയ്യുന്നു കർത്താവ് യേശുവിന്റെ നാമത്തിൽ. ബ്ലെസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ പിതാവേ. ആമേൻ. പാസ്റ്റർ അരവിന്ദ് എന്ന് പറഞ്ഞൊരു ഒരു പയ്യൻ കയറുന്നുണ്ടായിരുന്നേ. അപ്പം അവന് ഇന്ന് എന്തോ ഒരു മീറ്റിംഗ് ആയിപ്പോയി, കയറാൻ പറ്റിയില്ല. ആ മോൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സഹോദരന് ഫാമിലി ഇഷ്യൂ ആണ്, ഡൈവേഴ്സിൽ വന്നിരിക്കുവാണ്. അപ്പം അത് ഭയങ്കര ഇഷ്യൂ ആയിട്ട് പൊക്കോണ്ടിരിക്കുക. അതൊന്ന് ഓർത്ത് പ്രാർത്ഥിക്കണേ മാസ്റ്റർ. ഒരു ദൂത്, ദൈവത്തിൻ്റെ ദൂത് അതിനെക്കുറിച്ച്. ഞാൻ എന്നാ സംസാരിച്ചല്ലോ, ഒരു യൂണിറ്റി ഉണ്ടാവും ഗ്ലോറി വെളിപ്പെടുമ്പോ. ആണോ? ഓക്കെ കർത്താവേ, ഞാൻ പേരെങ്ങനെയാ? അരവിന്ദ് എന്നാ. കർത്താവെ അരവിന്ദന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ഗ്ലോറി വെളിപ്പെടട്ടെ. യൂണിറ്റി കർത്താവെ, സ്പ്ലിറ്റിംഗ് സ്പിരിറ്റുകളെല്ലാം ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. കുടുംബജീവിതത്തിനെതിരെയുള്ള സ്പ്ലിറ്റിംഗ് സ്പിരിറ്റിനെ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുകയാണ്. യൂണിറ്റിയെ കൽപ്പിക്കുന്നു. കുടുംബം ഒന്നിക്കട്ടെ, അവരുടെ ഫ്രൂട്ട്ഫുൾനെസ് ഉണ്ടാവട്ടെ യേശുവിന്റെ നാമത്തിൽ പിതാവേ. ആമേൻ. പാസ്റ്റർ എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കൂ. ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവെ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ ദിവസങ്ങളിൽ കർത്താവെ വലിയ ഫ്രൂട്ട്ഫുൾനെസ്, കർത്താവെ വലിയ കർത്താവെ തന്റെ മേൽ വിളിച്ചിരിക്കുന്ന കോളിങ്, അതിനകത്തെല്ലാം ദൈവമഹത്വം കർത്താവെ യേശുവിന്റെ നാമത്തിൽ ചലിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. മഹത്വത്തിന്റെ കർത്താവെ ശിശു പകർച്ചകൾ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. അത് ഞാൻ കാണുന്നത് ശൂന്യമായ പാത്രങ്ങളിലേക്ക് വലിയ പകർച്ചകൾ പകരുന്നത് ഞാൻ കാണുക. കാലിപാത്രങ്ങൾ നിന്റെ മുമ്പിൽ വരും, പക്ഷെ അതിനെ നിറയ്ക്കുവാനുള്ള ദൈവകൃപ ഈ ദിവസങ്ങളിൽ ദൈവം നിന്റെ മേൽ പകരും. അത് നിന്റെ മേൽ പകരുന്നത് അനേകർക്ക് പകരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ഒരു പകർച്ച ഈ ദിവസങ്ങളിൽ നിന്റെ മേൽ അത് വെളിപ്പെട്ട് അനേകരിലേക്ക് പകരത്തക്കവണ്ണം വീഞ്ഞ് കോരിക്കൊടുക്കുവാൻ യേശു ആ ശിഷ്യന്മാരോട് കൽപ്പിച്ചപ്പോൾ പച്ചവെള്ളമാണ് കോരിക്കൊടുത്തത്, പക്ഷെ കൊടുത്തത് വീഞ്ഞായി മാറി. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആ വിശ്വാസത്തോടെ നീ കോരിക്കൊടുത്താൽ അത് ചില വീഞ്ഞായി മാറുമെന്ന് പരിശുദ്ധാത്മ പറയുക. സൂപ്പർനാച്ചുറൽ മിറക്കിൾ മിനിസ്ട്രി
പരിശുദ്ധാത്മാവ് നിന്റെ കരത്തിലൂടെ ചെയ്യും. ശിഷ്യന്മാരുടെ കയ്യിലൂടെയാണ് ആ വീഞ്ഞ് പുറത്തു വന്നത് കേട്ടോ. പരിശുദ്ധാത്മാവ് പറയുന്നു അങ്ങനെ ചില ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ കരത്തിലൂടെ ദൈവാത്മാവ് ചെയ്തെടുക്കുക. കൺഫ്യൂഷനുകളെ മാറ്റുക, അല്ലെ കോൺഫിഡൻസ് ഇല്ലായ്മയെ മാറ്റുക, അല്ലെ മഹത്വം നിന്നിലൂടെ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന് ദൈവാത്മാവ് അറിയിക്കുക. ഈ ദിവസങ്ങളിൽ മഹത്വത്തിനായ ദൈവം നിന്നെ വിളിച്ചിരിക്കും. സൂപ്പർ നാച്ചുറൽ മിനിസ്ട്രിക്കായ ദൈവം വിളിച്ചിരിക്കും. ഒരു കോളിങ്ങിനെ കുറിച്ച് ഒരു വ്യക്തത ദൈവാത്മാവ് ഈ ദിവസങ്ങൾ വെളിപ്പെടുത്തുക. ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കൽ മിനിസ്ട്രിക്ക് വേണ്ടിയാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ആ കോളിങ്ങിനകത്ത് നീ ഫെയ്ത്ത്ഫുൾ ആയിക്കോ. അതിനകത്ത് ഒരു വലിയ ബ്രേക്ക് ത്രൂവും അതിനകത്ത് വലിയൊരു മുന്നേറ്റവും ദൈവാത്മാവിനൊക്കെ തരും. യേശുവിന്റെ നാമത്തിൽ. ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. മാത്യു ബ്രദറിനുണ്ടോ? ആ പറഞ്ഞോ. കേക്കാം, പറഞ്ഞോളൂ. താടിയെല്ലിന്റെ അവിടെ ഭയങ്കര നീര്, ചെവിയുടെ അവിടെയൊക്കെ നല്ല നീര് 2-3 ദിവസമായി കണ്ടിട്ട്. അപ്പൊ ഇന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴ് ഗുളിക കഴിച്ചിട്ട് സ്കാനിങ് എടുത്തിട്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാർക്കാണ്? ഷീബ സിസ്റ്ററാണോ? ഷീബ സിസ്റ്ററാണോ ഈ പ്രശ്നം? പാസ്റ്റർ അതൊന്ന് ഓർത്ത് പ്രാർത്ഥിക്കണേ. ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ താടിയെല്ലിന്റെ മേലുള്ള ആ വിഷയത്തിനകത്ത് ഇപ്പോൾ ദൈവമഹത്വം വെളിപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുക. ഹോളി സ്പിരിറ്റ് ഏഞ്ചൽസ് അവിടെ ചലിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹീലിംഗ് ഏഞ്ചൽസ് അതിനകത്ത് വേണ്ടി ചലിക്കട്ടെ. കർത്താവെ തന്റെ നട്ടിലിന്റെ കർത്താവെ താടിയലിന്റെ മേൽ ഇപ്പോൾ ഹീലിംഗ് ഉണ്ടാവട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ കഥ യേശുവിന്റെ നാമത്തിൽ. ആ രോഗത്തെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. അതിന്റെ പുറകിൽ നിൽക്കുന്ന സ്പിരിറ്റുകളെ ക്യാൻസൽ ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. വി ടേക്ക് അതോറിറ്റി ഓവർ ദിസ് എവറി പ്രോബ്ലം ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഐ സ്പീക്ക് ഹീലിംഗ് ഓവർ ദ in the mighty name of Jesus. I speak God's glory over every problem, every pain. Be Amen. Free in the name of Jesus. Right Amen. Now I speak total deliverance in the mighty name of Holy Spirit. യേശുവിന്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിക്കുന്നു കർത്താവേ. ആ വേദന വിട്ടുമാറട്ടെ, സൗഖ്യമാവട്ടെ. കഴുത്ത് അണക്കട്ടെ. കഴുത്തിന്റെ മേൽ ഇപ്പോൾ പൂർണ്ണമായി സൗഖ്യം ഉണ്ടാവട്ടെ. ഒരു തണുപ്പിറങ്ങുന്ന പോലെ കർത്താവേ തന്റെ ശരീരത്തിലേക്ക് ആ ദൈവ സാന്നിധ്യം ഇറങ്ങി ആ മഹത്വം അവിടെ വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹീലാക്കുന്നതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ പിതാവേ. മാത്യു ബ്രദറിന് എന്തെങ്കിലും ഉണ്ടോ? മാത്യു ബ്രദറിന് എന്തോ ഉണ്ട്, ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ. പാസ്റ്റർ മാത്യു ചാക്കോ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കണേ. ഓക്കെ. അല്ല കേൾക്കാൻ പറ്റുന്നില്ല. മ്യൂട്ട് മാറ്റിയാൽ മതി. ഇപ്പൊ സിസ്റ്റർ അവിടുന്ന് മാറ്റാൻ പറ്റുമെങ്കിൽ സിസ്റ്റർ അവിടുന്ന് മാറ്റിക്കും. അറിയത്തില്ല. ഇല്ല പറ്റുന്നില്ല. സിസ്റ്റർ അവിടുന്ന് മാറ്റാൻ പറ്റത്തില്ല. ഇല്ല അവിടെ മ്യൂട്ട് ആക്കി വെച്ചിരിക്കുക. അങ്ങളെ അത് അവിടെ ആ വരയില് ആ സൗണ്ടിന് അവിടെ ഞെക്കിയാൽ മതി. ബ്രദർ മ്യൂട്ട് ഒന്ന് മാറ്റാൻ ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കാമോ? അവിടെ ഒരു വരയുണ്ടല്ലോ, ആ സൗണ്ട് എന്നുള്ള ഒരു സൈനിന്റെ അവിടെ ഒരു വരയുണ്ടല്ലോ, ആ വര അവിടെ മാറ്റിയാൽ മതി, ഞെക്കിയാൽ മതി. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പാസ്റ്റർ പ്രാർത്ഥിച്ചാ മതി. അറിയത്തില്ല തോന്നുന്നു ബ്രദറിന്. പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ മതി. ഓക്കെ. പാസ്റ്ററെ നിങ്ങൾക്ക് വേണ്ടി ആത്മാവ് ആലോചന പറയുന്നത് ഇങ്ങനെയാണ്. ഒരു കാരാഗ്രഹത്തിനകത്ത് നിന്ന് പൗലോസ് പുറത്തു വന്നതുപോലെ നിങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം നിങ്ങളെ പുറത്തെടുക്കുകയാണ്. ഒരു മഹത്വം വെളിപ്പെടുകയാണ്. ദൈവാത്മാവ് പുറത്ത് കൊണ്ടുപോയി ഒരു വലിയ മിനിസ്ട്രി ദൈവം നിങ്ങളുടെ മേൽ കണ്ടിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഒതുക്കപ്പെടുന്ന സമയങ്ങളെല്ലാം കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് പുറത്തെടുക്കുകയാണ്. അവൻ്റെ മഹത്വത്തെ ചുമക്കുവാൻ മഹത്വം നിങ്ങളെ ഈ ദിവസങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകും. പൗലോസിനെ ദൈവത്തിൻ്റെ മഹത്വം, പൗലോസിനെ മേൽ വലിയ ദൈവത്തിൻ്റെ ജ്ഞാനം ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ വെളിപ്പാടുണ്ടായിരുന്നു. ഇതെല്ലാം ഉള്ളപ്പോഴും അവന് മിനിസ്റ്റർ ചെയ്യാൻ പറ്റാതിരിക്കുകയാണ്. വലിയ ഞാൻ ആത്മാവിൽ സെൻസ് ചെയ്യുകയാണ്, വലിയ പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാടുകളും ദൈവിക ദർശനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും വേണ്ടത്ര ആ ദൈവിക ശുശ്രൂഷയിലേക്ക് കയറി വരാൻ കഴിയാതിരിക്കുന്ന ചില അനുഭവങ്ങളാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ വഴി ഒരുക്കാൻ വേണ്ടി പോവുകയാണ്. ചില മിനിസ്ട്രിക്കായിട്ട് ചില യാത്രകൾ ദൈവാത്മാവ് തുറക്കും. അതിൽ പൗലോസ് പുറത്തു വന്ന് വലിയ മാന്യത ലഭിച്ചതുപോലെ കാരാഗ്രഹ പ്രമാണിയുടെ വീട്ടിൽ തന്നെ അവനെ കൈക്കൊണ്ട് അവനെ അവിടെ മാനിച്ചതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ഈ ദിവസങ്ങളിൽ അങ്ങനെ വലിയ മാന്യതകൾ ലഭിക്കും.
ദൈവത്തിൻ്റെ മഹത്വത്തെ ദൈവം വെളിപ്പെടുത്തി പുറത്ത് അല്ലെങ്കിൽ ശുശ്രൂഷമായിട്ട് ദൈവദാസനെ ദൈവാത്മാവ് അയക്കുവാൻ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഈ ദിവസങ്ങൾ ഒരുങ്ങുവാൻ ദൈവാത്മാവ് ആലോചന പറയുകയാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് യാത്രകൾ ദൈവാത്മാവ് ഒരുക്കും. കഥാവെ ഞാൻ തൻ്റെ മകനെ ബ്ലസ് ചെയ്യുന്നു, തൻ്റെ ദാസനെ ബ്ലസ് ചെയ്യുന്നു ശുശ്രൂഷയ്ക്കായി. കഥാവി ദിവസങ്ങളെ കോരേശൻ്റെ അഭിഷിക്തൻ അവൻ്റെ മുമ്പിൽ കഥകൾ അടയാതിരിക്കുന്നു, കഥാവെ കഥകൾ തുറന്നിരിക്കുന്നു, വാതിലുകൾ അടയാതിരിക്കുവാൻ ഞാൻ അവൻ്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ്. അവന് ഞാൻ ഇരുട്ടുള്ള നിക്ഷേപങ്ങൾ മരണത്തിൽ ഗുപ്തനിധം കൊടുക്കുന്നു പറഞ്ഞ കർത്താവ്. എൻ്റെ മകനെ ഈ ദിവസങ്ങൾ വഴി നടത്തും. വലിയ കഥാവ് ദൈവിക മുന്നേറ്റങ്ങൾ കൊടുക്കുന്നതിനായി സ്തോത്രം. ബ്ലസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ പിതാവേ. ആമേൻ. താങ്ക്സ് എ ലോട്ട് പാസ്റ്റർ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവമക്കളെ ഞാൻ ഓർപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ സിസ്റ്റർ. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഇതിനകത്ത് ഒരു 4 വീലറുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു ഇഷ്യൂവിനകത്ത് നിൽക്കുന്ന ഒരാളെ ദൈവാത്മാ എന്നെ കാണിച്ചു തന്നു. ഷാജി ബ്രദർ ആണോ? എനിക്കറിയത്തില്ല, ഒരു സഹോദരനാണ്. അത് 4 വീലറുമായി ബന്ധപ്പെട്ട് 4 വീലറുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു ഇഷ്യൂവിനകത്ത്. രണ്ടുപേരാണോന്ന് എനിക്ക് അറിയത്തില്ല. 3 പേര് ചെന്നൈയിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ എന്തായാലും അത് സിസ്റ്റർ ചോദിക്കുക. അതിനകത്തൊരു അതെന്തോ ഒരു ഇഷ്യൂ ആണ്. അതിനകത്തൊരു ഡെലിവറൻസ് നടന്നിട്ടുണ്ട്. അവരോട് അറിയിക്കുക. ഓക്കെ, ഞാൻ മെസ്സേജ് ഇട്ട് ചോദിക്കാം. ഓക്കെ. വേറെന്തെങ്കിലും ഉണ്ടോ പാസ്റ്റർ? നമ്മുടെ മിനിസ്ട്രിയെ കുറിച്ചോ എന്തെങ്കിലും ദൂതുണ്ടോ? സോദരം മിനിസ്ട്രിയുടെ പേരെന്തുവാ? റഹബൂത്ത്. കർത്താവ് തന്ന പേരായിട്ടേക്കണേ. സ്തോത്രം. രഹബൂത്ത് വെളിപ്പെടുക. അതായത് എന്താ ബിസിനസ് ഉറവകൾ പൊങ്ങി വരും. പ്രത്യേകിച്ച് ബിസിനസ്സുകാരുമായിട്ട് ദൈവം കണക്ട് ചെയ്യും ഈ മിനിസ്ട്രിയെ. ഇതിനകത്ത് ബിസിനസ്സുകാരെ കയറി വരും ഈ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട്. ഫിനാൻഷ്യലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന, ഫിനാൻഷ്യലായിട്ട് ഫ്രീഡത്തിലേക്ക് ആഗ്രഹിക്കുന്ന, ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്ന, ഫിനാൻഷ്യലായിട്ടുള്ള ബ്ലെസ്സിങ്ങിലേക്ക് കയറി വരേണ്ട ആളുകളെ ഇതിനകത്ത് ദൈവം കണക്ട് ചെയ്യും. എക്സ്പെഷ്യലി ഇതുമായിട്ട് കണക്ട് ആകുന്ന വ്യക്തികൾ, ബിസിനസ് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്ന നിലവാരത്തിൽ ദൈവം ഇതിനകത്ത് ആൾക്കാരെ എഴുന്നേൽപ്പിക്കും. താങ്ക്സ് ലോട്ട് പാസ്റ്റർ. ദൈവമക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, നാളെ അന്യഭാഷ പ്രാർത്ഥനയുണ്ട്. രാത്രി 8 തൊട്ട് 9 മണി, ചിലപ്പോൾ 9:15 വരെ പോവും. കാരണം നമുക്ക് എല്ലാ വെള്ളിയാഴ്ചയും അന്യഭാഷ പ്രാർത്ഥന ഇതേ സമയത്തുള്ളതാണ്. പക്ഷെ നാളത്തെ അന്യഭാഷ പ്രാർത്ഥന കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആയിരിക്കും. കാര്യം ഈ വരുന്ന സൺഡേ കാനഡയിൽ നിന്നൊരു പ്രോഫിറ്റ് നമ്മുടെ ചർച്ചിൽ വരികയാണ്. കാർമൽ പ്രോഫിറ്റാണ്, എല്ലാവർക്കും അറിയാം. നടാഷ, ലൂസി നടാഷ, വലിയ വേൾഡ് നമ്പർ 1 പ്രോഫിറ്റസിൻ്റെ ഹസ്ബൻഡാണ്. കാർമൽ പ്രോഫിറ്റ് നമ്മുടെ ചർച്ചിൽ വരുവാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രത്യേക പ്രാർത്ഥന നാളെ അന്യഭാഷ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കും. ആരും മറക്കാതെ ജോയിൻ ചെയ്യുക. നമ്മുടെ ചർച്ചിൽ വരാത്തവർ ജോയിൻ ചെയ്യുക. അത് ലൈവ് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് അത് കാണാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആശീർവാദം പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന റിക്വസ്റ്റ് ഇനി ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക. ഐ വിൽ പ്രേ ഫോർ യു. ഓൾസോ പ്ലീസ് അറ്റൻഡ് ടുമോറോസ് അതർ ടങ്സ് പ്രയർ മീറ്റിംഗ് ഓൾസോ. മേ ഗോഡ് ബ്ലെസ് യു ആൾ. എല്ലാവരും കടന്നു വന്നവരെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ചിലർക്ക് എന്താ കയറാൻ പറ്റാത്തത് എനിക്കറിയത്തില്ല. ഭയങ്കര മഴയും കറണ്ട് പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിവേ അവരൊക്കെ പിന്നെ ചാനലിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ വീഡിയോ കാണട്ടെ. നമുക്ക് ആശീർവാദം പറയാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹവും സഹവാസവും നാം പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളും നമ്മൾ ഓരോരുത്തരോടും കൂടി ഇരിക്കുമാറാകട്ടെ. നമുക്ക് ചെയ്യുന്ന കർത്താവിന് നമുക്ക് ഹല്ലേലൂയ പറയാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ വേഗം വരണമേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ. ഗുഡ് നൈറ്റ്. താങ്ക് യു ഓൾ.